നാരായണ 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 ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഓ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മാനാതീത ഗുണാകരാ സുമനസാമഗ്രേ സരശ്രീപതി ധ്യാനാവസ്ഥിതമാനസ പരിണത പ്രജ്ഞ പ്രകൃഷ്ടാശയ നാനാശാസ്ത്ര വിശാരദാ പ്രണിപതൽ ഭക്തവ്രജൈരാവൃത ജ്ഞാനാനന്ദയതീശ്വരോ വിജയതേ സൗജന്യരത്നാകര മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ബാലകൃഷ്ണം പരം ഗുരും. വാഗീശാദ്യാസു മനസാം സർവാർത്ഥാനാമുപക്രമേയം നത്വാ കൃതകൃത്യാ സ്യുസ്തം നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീ അക്ഷമാലാം ദദാനാ ഹസ്തേനൈകേന പദ്മം ചിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്ന. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഓം ജന്മാദ്യസ്യ യതോന്വയാദിതരതച്ചാപ്യേഷ്വഭിജ്ഞസ്വരാട്ടേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഖ്യന്തിയൂരയ തേജോ വാരിമുദാം യഥാ വിനിമയോ യത്ര സർഗോ മൃഷ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്രപരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ വരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേ പ്രകൃതിഭിശ്രുഷുഭിത്തൽക്ഷണാൽ. നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവസംയുധം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹ കാതര ആജുഹാവാ പുത്രേതി തന്മയതയാതരവോഭിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖില ശ്രുതി സാരമേകമധ്യാത്മദീപമതിഥിതിരിഷതാം തമോന്ധം
സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈർവേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തന്ന വിദുഃസുരാസുരഗണ ദേവായ തസ്മൈ നമഃ. കോമളം പൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതേർമഹദ്ഭിര്യൈമാ പുരോ വിഭുർനിർമായ ചേതേ യതമോഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷിഷ്ട ഭഗവാൻ വജാംസി മേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹര ഹര നമ പാർവതീപതേ. ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണായ നമോ നമഃ. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നമ്മുടെ ഭാഗവതം ദശമസ്കന്ധത്തെ അനുസ്മരിച്ചിട്ടാണ്. ദശമസ്കന്ധാണ് നമ്മുടെ അനുസ്മരിക്കേണ്ടതായിട്ടുള്ള വിഷയം. അതിലിപ്പോ 68 അധ്യായങ്ങളെ കുറിച്ച് നമ്മൾ ഇതിനകം ഒന്ന് അനുസ്മരിക്കാൻ ശ്രമിച്ചു. ഈ ദശമസ്കന്ധം പൊതുവെ ദശമസ്കന്ധത്തിലെ ലക്ഷണം തന്നെ നിരോധം എന്ന ഭാവമാണ്. ആ മനസ്സിലെ വാസനകളെയൊക്കെ നിരോധിക്കുക. അപ്പൊ പിന്നെ ആ മനസ്സിനും കാരണമായിട്ടുള്ള ഭഗവാനിൽ അല്ലെങ്കിൽ ഈശ്വരനിൽ അല്ലെങ്കിൽ ആത്മാവില് ഉറയ്ക്കും. മനസ്സ് ഈശ്വരനിൽ ഉറയ്ക്കുന്ന അവസ്ഥയുടെ പേര് തന്നെയാണ് ശരിക്ക് നിരോധം. ഈശ്വരനിൽ മനസ്സുറച്ചാൽ പിന്നെ അവിടെ വാസനകളൊന്നുമില്ല. ഈ വാസനകൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ലോകത്തിലെ വിഷയങ്ങളിലേക്ക് മനസ്സിങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മനസ്സിന് പരിധിയുള്ള വസ്തുക്കളെ മനസ്സെപ്പോഴും സ്മരിക്കും. അത് മനസ്സിന്റെ ഒരു സ്വഭാവമാണ്. അപ്പൊ നമ്മൾക്ക് എപ്പോഴും ഈ വിഷയചിന്ത വരുന്നത് എന്തുകൊണ്ടാണെന്നാണെങ്കിൽ നമ്മുടെ മനസ്സിന് ആ വിഷയങ്ങളോടാണ് കൂടുതൽ ആഭിമുഖ്യം, അല്ലെങ്കിൽ വിഷയങ്ങളെ കുറിച്ചുള്ള പരിചയമാണ് മനസ്സിന് കൂടുതലും. എന്താ കാരണം? ജന്മജന്മാന്തരങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഈ മനസ്സുമായിട്ട്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള മനസ്സ് ഇന്നോ ഇന്നലെയോ കഴിഞ്ഞ ജന്മത്തിലോ കിട്ടിയതൊന്നുമല്ല, ജന്മജന്മാന്തരങ്ങളിൽ കിട്ടിയതാണ്. അപ്പൊ ആ ജന്മങ്ങളിലൊക്കെ ചെയ്ത കർമ്മത്തിന്റെ വാസനകള് നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ മനസ്സിലെ വാസനയ്ക്കനുസരിച്ചിട്ട് നമ്മളുടെ മനസ്സ് ഈ വിഷയങ്ങളിലേക്ക് ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ മനസ്സ് വിഷയങ്ങളിൽ വ്യാപരിക്കുന്ന അത്രത്തോളം കാലം നമുക്ക് ശാന്തിയോ സമാധാനമോ നമ്മൾ അന്വേഷിക്കുന്നതായിട്ടുള്ള സുഖമോ നമുക്ക് കിട്ടാൻ വഴിയില്ല. കാരണം മനസ്സ് ലോക വിഷയങ്ങളെ കുറിച്ചാണല്ലോ അന്വേഷിക്കുന്നത്. അപ്പൊ ഈ ലോകത്തിന്റെ സ്വഭാവം തന്നെ അനിത്യവും അസുഖം നിറഞ്ഞതുമാണ്. അപ്പൊ അവിടെ നമ്മൾ ശാന്തിയോ സമാധാനം അന്വേഷിച്ചിട്ട് കാര്യമില്ല. പിന്നെ എവിടെ അന്വേഷിക്കേണ്ടത്? ആ ഈശ്വരനിലാണ് നമ്മൾ ശാന്തിയെ അല്ലെങ്കിൽ സമാധാനത്തെ അല്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കുന്നതായിട്ടുള്ള നിത്യമായിട്ടുള്ള സുഖത്തെ അന്വേഷിക്കേണ്ടത്. കാരണം ഈശ്വരൻ സുഖസ്വരൂപനാണ്, ആനന്ദസ്വരൂപനാണ്. ഈ സത്യം ജ്ഞാനമാനന്ദം. ആ സത്യമാണ്, ഒരിക്കലും മാറാത്ത വസ്തുവാണ്. ആ മാറാത്ത വസ്തു, ആ അറിവാകുന്ന സ്വരൂപത്തോട് കൂടിയതാണ്. അത് ആ അറിയുന്ന സമയത്ത് അല്ലെങ്കിൽ അനുഭവിക്കുന്ന സമയത്ത് കിട്ടുന്ന ആ ഭാവമാണ് ഈ ആനന്ദം. അപ്പൊ ഈ ആനന്ദസ്വരൂപനായിട്ടുള്ള ഭഗവാനെ നമ്മൾ അറിയുക. അപ്പോ ആ മനസ്സ് ഭഗവാനിൽ ഉറച്ചു കഴിഞ്ഞാൽ നമുക്ക് ആനന്ദം അനുഭവിക്കാം. ആ അനുഭവിക്കുന്ന അനുഭവത്തിന്റെ പേര് തന്നെയാണ് ശരിക്കും നിരോധം. അപ്പൊ അതിനാണ് ഓരോ കഥകള്, ആ ഭഗവാന്റെ മഹാത്മ്യങ്ങള് ഭക്തിയോട് കൂടിയിട്ട്, ശ്രദ്ധയോട് കൂടിയിട്ട്, വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ പഠിക്കുന്നത്. ആ ഈശ്വര കാര്യങ്ങളിൽ ഭക്തിയും ശ്രദ്ധയും വിശ്വാസവും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ എളുപ്പമായിട്ട് തീർന്നു. മനസ്സ് ആ ഈശ്വരനിൽ ഉറയ്ക്കുന്നതാണ്.
ഇപ്പൊ നമ്മുടെ മനസ്സ് നമ്മളിപ്പോ ഈശ്വരനെ ഭജിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഈശ്വരനിൽ നിൽക്കാത്തതിന്റെ കാരണം നമുക്ക് വലിയ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. ആ വിശ്വാസം നമുക്ക് ഉണ്ടാവണമെന്നാണ്. ശ്രദ്ധയും ഭക്തിയും വിശ്വാസവും ഈ മൂന്നും വേണം. അപ്പൊ ഈ മൂന്ന് ഭാവങ്ങളും ഭഗവാനിൽ ഉറക്കുന്ന സമയത്ത് മനസ്സ് പിന്നെ എങ്ങും പോവില്ല. പിന്നെ മനസ്സ് ഭഗവാനിൽ തന്നെ ഉറച്ചു നിൽക്കും. ഞങ്ങളുടെ ഗുരുനാഥൻ പറയും പാറ പോലെ ഉറച്ച ഭക്തി എന്നാണ് പറയുക. അപ്പൊ ആ ഒരു ഭാവം ഉണ്ടായി കഴിഞ്ഞാൽ മനസ്സ് ഈശ്വരനിൽ ഉറച്ചാല് കാണുന്നതൊക്കെ ഈശ്വരമയമായിട്ട് തീരുന്ന. പിന്നെ അവിടെ ഭേദഭാവനയൊന്നുമില്ല. എഴുത്തച്ഛൻ ഹരിനാമകീർത്തനത്തിൽ പറഞ്ഞതുപോലെ യാതൊന്നു കണ്ടതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണ അർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി നാരായണായ നമ. ഇതാണ് ശരിക്ക് ആ മനസ്സ് ഈശ്വരനിൽ ഉറച്ചാലുള്ള അനുഭവം. അവന് പിന്നെ നാരായണനിൽ നിന്ന് അന്യമായിട്ട്, ഈശ്വരനിൽ നിന്ന് അന്യമായിട്ട്, ആ ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ല. കാണുന്നതൊക്കെ ഈശ്വര സ്വരൂപം. അത് ഉത്കൃഷ്ടമായിട്ടുള്ളതോ നികൃഷ്ടമായിട്ടുള്ള വസ്തുക്കളോ ആയിക്കോട്ടെ, എല്ലാറ്റിലും. കാരണം നമ്മുടെ ഉത്കൃഷ്ടതയും നികൃഷ്ടതയും ഈശ്വരനില്ലല്ലോ. നമ്മളെ ശരീരങ്ങൾക്കാണ് ഈ ഉത്കൃഷ്ടഭാവവും നികൃഷ്ടഭാവവും ഒക്കെ കൽപ്പിക്കുന്നത്. ഇവിടെ ഈശ്വരൻ ഒന്നു മാത്രമാണ്. അപ്പൊ ഏത് പദാർത്ഥം കണ്ടു കഴിഞ്ഞാലും ഏത് വസ്തുവിനെ കണ്ടാലും അതിലൊക്കെ ഈശ്വര ദൃഷ്ടി. കാണുന്നതൊക്കെ ഈശ്വരൻ. താൻ ഈശ്വരനാണ് എന്ന് ആദ്യം ബോധിക്കണം എന്നാണ്. തൻ്റെ ഉള്ളിലുള്ള ചൈതന്യം ഈശ്വര സ്വരൂപമാണ് എന്ന് ബോധിച്ച് അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ തൻ്റെ ഉള്ളിലുള്ള ചൈതന്യം തന്നെയാണ് പ്രപഞ്ചത്തിന് നാനാ ജീവജാലങ്ങളുടെ ഉള്ളിലും വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്, പ്രപഞ്ച സ്വരൂപേണ വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ശരീരത്തെ അല്ല കാണുക, എല്ലാറ്റിലും. അതായത് സ്വർണങ്ങളിൽ ആഭരണങ്ങളിൽ സ്വർണത്തെ എന്നതുപോലെ എല്ലാ ശരീരങ്ങളിലും അന്തര്യാമിയായിട്ട് വിളങ്ങുന്ന സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഈശ്വരനെ നമുക്ക് അറിയാനും അനുഭവിക്കാനും കഴിയുന്ന അതാണ് ഈ നിരോധം എന്നുള്ള ഭാവം കൊണ്ട് ഉണ്ടാവുന്ന അനുഭവം എന്നാണ്. അങ്ങനെ ഭഗവാനിൽ പൂർണ്ണമായിട്ട് മനസ്സുറയ്ക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഥകളൊക്കെ അനുസ്മരിക്കുന്നത് എന്നാണ്. അപ്പൊ അതൊക്കെ ഏത് കഥ നമ്മൾ പഠിക്കുകയാണെന്ന് വെച്ചാലും അതിന്റെ പിന്നില് ശ്രദ്ധയും ഭക്തിയും വിശ്വാസവും ഉണ്ടാവണം. ഉണ്ടെങ്കിലേ നമ്മൾ പഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം നമുക്ക് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വെറുതെ സമയം കളഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രയോജനം കിട്ടാൻ പോണില്ല എന്നാണ്. അപ്പൊ ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മള് ബലരാമന്റെ കഥകളെ കുറിച്ച്, ബലരാമസ്വാമിയുടെ കഥകളെ കുറിച്ചാണ് അനുസ്മരിച്ചത്. അപ്പൊ നമ്മുടെയൊക്കെ ഉള്ളില് ഈ അഹങ്കാരം, ഞാൻ പറഞ്ഞില്ല, ഈ അഹങ്കാരം ഇല്ലാണ്ട് ജീവൻ പ്രപഞ്ചത്തിൽ നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഏതായാലും ജീവന്റെ കൂടെ ഉള്ളതാണ്, ഈ കൂടപ്പുറപ്പായിട്ടുള്ളതാണ് ഈ അഹങ്കാരം. ഈ അഹങ്കാരം പൂർണ്ണമായിട്ട് നീങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് ഈശ്വരനുമായിട്ട് സാക്ഷാത്കാരം ലഭിക്കുള്ളൂ. പക്ഷേ ഈ അഹങ്കാരം നീങ്ങാൻ വിഷമാണ്. അപ്പൊ അതിനെന്ത് വേണം? ഈ അഹങ്കാരത്തെ ഈശ്വരനിലേക്ക് ലയിപ്പിക്കുക. ആ അഹങ്കാരത്തെ ഈശ്വര സ്വരൂപമാക്കി തീർക്കുക. അപ്പൊ അത് ഭഗവാനിലേക്ക് ആക്കി തീർക്കുന്ന സമയത്ത് പതുക്കെ പതുക്കെ ആ അഹങ്കാരം ഭഗവാനിൽ ലയിച്ച് പിന്നെ ആ ഈശ്വര ഭാവത്തെ മാത്രം നമുക്ക് അനുഭവിക്കാൻ പറ്റും. പിന്നെ അവിടെ ജീവൻ പൂർണ്ണമായിട്ട് ശുദ്ധമാകുകയാണ് ആ നിലയിൽ അഹങ്കാരം ഇല്ലാണ്ടാവുമ്പോൾ. അപ്പൊ പിന്നെ ജീവൻ തന്നെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതില്ലാത്തൊരവസ്ഥയിലേക്ക് വരും. കാരണം ഈ അഹങ്കാരം നീങ്ങി കഴിഞ്ഞാൽ പിന്നെ ജീവന് അതായത് തനിയെ പ്രകാശിക്കാൻ വിഷമാണ്. അത് പിന്നെ ഈശ്വരനോട് കൂടി ലയിക്കുക. കാരണം ഈശ്വരനെ അനുഭവിക്കാൻ ജീവന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ അഹങ്കാരമാണ്. ഈ അഹങ്കാരം നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജീവൻ അവിടെ നിൽക്കില്ല, പിന്നെയോ ആ ഈശ്വരനുമായിട്ട് ലയിക്കുക. ശാസ്ത്രം പറയുന്നത് ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി. ആ ബ്രഹ്മവിത്ത് ശരിക്കും ബ്രഹ്മമായിട്ട് തീരുകയാണ്. ഉപ്പുപാവ സമുദ്രത്തിന്റെ ആഴം അളക്കാൻ പോയ പോലെ എന്നാണ്. ആഴം അളന്ന് തിരിച്ചു വരവുണ്ടാവില്ലല്ലോ. അപ്പൊ ഈശ്വരനെ അന്വേഷിച്ച് പോകുന്ന ആള് ഈശ്വരനായിട്ട് തീരുകയാണ്. കാരണം അഹങ്കാരമാണ്, താൻ തന്നെയാണ് ഈശ്വരൻ. പക്ഷെ അതിനെ മറച്ചിരിക്കുന്ന ആ താൻ തന്നെയാണ് ഈശ്വരൻ എന്ന ഭാവത്തെ മറച്ചിരുന്നത് തൻ്റെ ഉള്ളിലുള്ള അഹങ്കാരമാണ്. ആ നിരന്തരമായിട്ടുള്ള ഭഗവത് കഥാശ്രവണം കൊണ്ട് ഭക്തി വളരുന്ന സമയത്ത്, മനസ്സ് ശുദ്ധമാകുന്ന സമയത്ത് അഹങ്കാരം നീങ്ങും. അഹങ്കാരം നീങ്ങിക്കഴിഞ്ഞാൽ ജീവൻ ഈശ്വരൻ ലയിച്ചു. അപ്പൊ പിന്നെ അവിടെ രണ്ടില്ല. അപ്പൊ ആ തരത്തില് ഈശ്വരനുമായിട്ട് ഒന്നാവല്. അപ്പൊ ഇവിടെ ആ അഹങ്കാരത്തെ ഈശ്വരനിലേക്ക് ലയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ജീവൻ ശുദ്ധമായിട്ട് തീർന്നു. അതിനെ കാണിച്ചു തരികയാണ് ആ സംഘർഷണ ഭഗവാന്റെ കഥയിലൂടെ, അല്ലെങ്കിൽ ബലരാമസ്വാമികളുടെ ചരിത്രത്തിലൂടെ കാണിച്ചു തരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ള വിഷയം 69-ാമത്തെ അധ്യായത്തില് 68 വരെയുള്ള അധ്യായങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അനുസ്മരിച്ചത്. ഇന്ന് 69-ാമത്തെ അധ്യായമാണ്. അതില് ശ്രീനാരദ മഹർഷി ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമത്തെ കാണാൻ വരികയാണെന്നാണ്.
അതായത് ഭഗവാന് 16,008 പത്നിമാര്. അപ്പൊ അതില് പൊതുവെ അതായത് ഓരോരുത്തരെ ഓരോ പ്രകാരത്തിലാണല്ലോ ഭഗവാൻ വിവാഹം കഴിക്കുന്നത്. രുക്മിണിയെ രാക്ഷസവിധി അനുസരിച്ചിട്ട്, സത്യഭാമയെയും ജാമ്പവതിയെയും സമന്തകത്തിന്റെ പേരില്, അതുപോലെ തന്നെ കാളിന്തി, മിത്രവിന്ദ, ഭദ്ര, ലക്ഷ്മണ, സത്യ ഇവരെയൊക്കെ ഓരോരോ തരത്തിൽ ഭഗവാൻ വിവാഹം കഴിക്കും. ഓരോരോ പന്തയങ്ങളൊക്കെ ജയിച്ചിട്ട് വിവാഹം കഴിക്കുക. അപ്പൊ 8 ഭാര്യമാര്. ഇത് നാരദ മഹർഷി അറിയുകയാണ്. ഈ 8 ഭാര്യമാരെന്നൊക്കെ പറഞ്ഞാൽ കഴിച്ചുകൂട്ടാൻ പ്രയാസം തന്നെയാ, യാതൊരു സംശയമില്ല. ഭാഗവതം തന്നെ പറയും, അനവധി വിവാഹം കഴിച്ച ഒരു ഗൃഹസ്ഥനെ അനവധി ഭാര്യമാരെ അനവധി ദിക്കിലേക്ക് വലിക്കുന്നത് പോലെ എന്നാണ്. ബഹ്യസ്യ പത്നീവ ഗേഹപതിം ലുനന്തി എന്നാണ്. അപ്പൊ ഇത് ഇപ്പോ 8 ഭാര്യമാരെ എന്നൊക്കെ പറഞ്ഞാല് അത് സങ്കല്പിക്കാൻ തന്നെ, പ്രത്യേകിച്ച് നാരദ മഹർഷി നിത്യം ബ്രഹ്മചാരിയാണ്. അദ്ദേഹം വിവാഹം കഴിക്കാത്ത ആളാണ്. കാരണം ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരില് മരീചി, അത്രി, അംഗിരസ് തുടങ്ങിയിട്ടുള്ള മഹർഷിമാരെ പറഞ്ഞ അവസാനം ദശമസ്തത്ര നാരദ, 10ാമത് നാരദൻ എന്ന് പറഞ്ഞിട്ട് അതിൽ 9 പേരെ വിവാഹം കഴിക്കാനുള്ളൂ. ദേവഹൂതിക്ക് കർദമ പ്രജാപതിയിൽ ഉണ്ടായിട്ടുള്ള ആ 9 പെൺകുട്ടികളെയാണ് ഈ 9 പേര് വിവാഹം കഴിക്കും. അവസാനത്തെ ആള് ശ്രീനാരദനാ. അദ്ദേഹം വിവാഹം കഴിക്കില്ല. അപ്പൊ അദ്ദേഹം വിവാഹം കഴിക്കാത്തൊരു നിത്യബ്രഹ്മചാരിയാണ്. അപ്പൊ ഈ വിവാഹം കഴിക്കാത്ത ആളുകള് ഈ വിവാഹം കഴിച്ച് പ്രാരബ്ധമായിട്ട് കൂടുന്ന ആളുകളെ കാണുമ്പോൾ അവർക്ക് ഇവരുടെ പ്രാരബ്ധവും ഭാവവും ഒക്കെ കൂടെ കാണുമ്പോൾ അയ്യോ കഷ്ടം തന്നെ, അവരുടെ കഥ ആലോചിക്കുമ്പോൾ എന്ന് തോന്നുന്ന ഒരു സഹതാപം ഉണ്ടാവും. അല്ലെങ്കിൽ അവര് കിടന്ന പരാക്രമം കാണുമ്പോൾ അവർക്ക് കഷ്ടം തോന്നും. കാരണം വെറുതെ ചെന്ന അതായത് ഈ വിവാഹം എന്നൊക്കെ പറഞ്ഞ് അതിൽ പോയി പൊട്ടിട്ട് ഇങ്ങനെ പ്രപഞ്ചത്തിൽ കിടന്ന് കഷ്ടപ്പെടേണ്ടതായിട്ട് വരുന്നല്ലോ. വാസ്തവത്തിൽ ഈ കഷ്ടപ്പെടാൻ വേണ്ടിയിട്ടുള്ളതല്ലല്ലോ ഈ മനുഷ്യജന്മം, ആനന്ദിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ. ആനന്ദം എപ്പോഴാ കിട്ടുക? നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത്, ആനന്ദ സ്വരൂപനായിട്ട് ഭഗവാനെ അനുഭവിക്കുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ടല്ലേ അതിനെ വിനിയോഗിക്കേണ്ടത് എന്നൊക്കെ മറ്റുള്ളവർക്ക്. കാരണം അവര് ഗൃഹസ്ഥാശ്രമികൾ, അവര് കാണിക്കുന്ന അനുഭവങ്ങൾ കാണുമ്പോൾ അതിൽ പെടാത്ത ബ്രഹ്മചാരിമാർക്കൊക്കെ ചിലപ്പോൾ തോന്നിക്കൂടായില്ല. അപ്പൊ ശ്രീനാരദന് അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ടാവോ എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ വേണച്ചാൽ നമ്മൾക്ക് അങ്ങനെയും വേണച്ചാൽ ഒന്ന് കാണാം, അത്രയേ ഉള്ളൂ. നാരദ മഹർഷി ഇപ്പോ ഭഗവാൻ ഈ 16,008 ഇടയിൽ പോയിട്ട് കഷ്ടപ്പെടുന്നു എന്ന് കാണാനല്ല വന്നത്. പിന്നെയോ 16,008 ഗൃഹത്തിലും ഭഗവാന്റെ നിത്യസാന്നിധ്യം ഉണ്ട് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഭഗവാൻ സർവജ്ഞനാണ്, സർവാത്മാവാണ്. സർവാത്മാവായിട്ടുള്ള ഭഗവാൻ ആ സർവാത്മഭാവത്തെ ഒട്ടും കുറയ്ക്കാണ്ട് തന്നെയാണ് ആ മനുഷ്യ രൂപത്തില് ലീലയാടുന്നത്. കാരണം ഈ മനുഷ്യനായിട്ട് വന്ന സർവാത്മഭാവമൊന്നും ചിലപ്പോൾ കാണാൻ പറ്റില്ല. കാരണം ഈ മനുഷ്യന് ചില പരിധികളൊക്കെ ഉണ്ട്. ആ പരിധികളുടെ ഉള്ളിലെ മനുഷ്യന് നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഈശ്വരൻ അങ്ങനെയല്ല, പരിധിക്ക് അപ്പുറത്തെ. കാരണം നിരുപാധികമായിട്ടുള്ള ചൈതന്യമാണ്, അതായത് ഉപാധിരഹിത ചൈതന്യമാണ് ഈശ്വരൻ. അപ്പൊ ആ ഉപാധിയിലൂടെ വരുന്ന സമയത്തും ആ ഉപാധിരഹിത ഭാവത്തിന് യാതൊരു കോട്ടവുമില്ല, അത് കാണിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അതാണ് ഈ അധ്യായത്തിലെ ശരിയായിട്ടുള്ള വിഷയം. ഭഗവാൻ ഉപാധിരഹിത ചൈതന്യമാണെങ്കിലും ഉപാധി സഹിതനായിട്ട് ഇരിക്കുന്ന സമയത്തും ആ ഉപാധിരഹിതമായിട്ടുള്ള ഭാവത്തിൽ തന്നെയാണ് വർത്തിക്കുന്നത് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കണം. കാരണം ഭഗവാനെ നമ്മൾ ഏതെങ്കിലും ഒരു ഭാവത്തിൽ ഒതുക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ഒരു ശരീരത്തിലായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വസ്തുവിലായിട്ടോ ഒരു വിഗ്രഹത്തിലായിട്ടോ ഒതുങ്ങി നിൽക്കുന്ന ആളല്ല ഭഗവാൻ. എല്ലായിടത്തും സർവ്വവ്യാപിയായിട്ടിരിക്കുന്ന ആളാണ്. അപ്പൊ നമ്മൾ ഈശ്വരനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോ ഈ ഒരു അടിസ്ഥാനമായിട്ടുള്ള ഭാവം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ ഈശ്വരനെ കുറിച്ച് വിലയിരുത്താൻ. കാരണം ഭഗവാൻ എന്ന് വെച്ചാൽ എല്ലായിടത്തും ഉള്ളതാണ്. അതിനെ നമ്മൾ ഒരു പ്രത്യേക ഒന്നിൽ കേന്ദ്രീകരിക്കാൻ പറ്റില്ല, അവിടെ നിൽക്കില്ല അത് എന്നാണ്. അപ്പൊ അത് നമ്മളിപ്പോ അത് എന്തുകൊണ്ട് പിന്നെ ഒരു വിഗ്രഹത്തിലോ അല്ലെങ്കിൽ ഒരു ഭാഗത്തിലോ ആയിട്ട് നമ്മൾ അതിനെ കേന്ദ്രീകരിക്കണമെന്നാണെങ്കിൽ നമ്മുടെ മനസ്സിന് ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മള് ഈശ്വരനെ ഒരു പ്രത്യേക സെന്ററിൽ കേന്ദ്രീകരിക്കുന്ന സമയത്തും നമുക്ക് അടിസ്ഥാനമായിട്ടുള്ള ബോധ്യം ഉണ്ടാവണം, ഈശ്വരൻ ഇവിടെ മാത്രം നിൽക്കുന്ന ആളല്ല, എല്ലായിടത്തും ഉള്ളതാണ്. നോക്കൂ, ഇപ്പോ ആ ഈശ്വരനെ നമുക്ക് അറിയാൻ പാകത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരോ സെന്ററിൽ കേന്ദ്രീകരിക്കുന്നത്. അതിപ്പോ മഹാത്മാക്കളിലായിക്കോട്ടെ, വിഗ്രഹത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഓരോ പ്രത്യേക വസ്തുവിലായിക്കോട്ടെ. ഇപ്പോ കറണ്ട് ഉണ്ടാക്കുന്നുണ്ട്, ആ പിന്നെ അതിൻ്റെതായിട്ടുള്ള ഫീൽഡിൽ നിന്നാണ്. ആ ഉണ്ടാക്കിയ കറണ്ടിനെ അങ്ങനെ അങ്ങോട്ട് ലോകത്തിന് വിട്ടുകൊടുക്കുകയല്ല ചെയ്യുന്നത്. ആ വൈദ്യുതിയെ
വേണ്ടതുപോലെ വെള്ളത്തിൽ നിന്ന് ആ വിദ്യുത് ശക്തി ഉണ്ടാക്കിയിട്ട് അതിനെ പ്രത്യേകമായിട്ടുള്ള സംവിധാനത്തിലൂടെ ഈ പല ട്രാൻസ്ഫോർമറുകളിലൊക്കെ കേന്ദ്രീകരിച്ച് പവർ സ്റ്റേഷനുകളിൽ കൊണ്ടുവന്നിട്ട് അവിടുന്ന് പിന്നെ അതത് ഭാഗത്തിലേക്ക് കുറച്ചായിട്ട് അത് പ്രത്യേകമായിട്ടുള്ള സംവിധാനത്തിൽ അത് പ്രത്യേക വയറ് അല്ലെ, ചിലപ്പോ ചില വയറിന്റെ പരസ്യമൊക്കെ കാണാം. കറണ്ട് ഇല്ലെങ്കിൽ ഞങ്ങളുടെ അതായത് ലൈറ്റ് കത്തുന്നുള്ള ഭാവത്തിലൊക്കെ അവർ പറയുക. അപ്പൊ അങ്ങനെ പ്രത്യേകമായിട്ട് ചില സംവിധാനത്തിലൂടെ കൊണ്ടുവന്നിട്ട് നമുക്കൊക്കെ ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വൈദ്യുതി അത് ഓരോ ഭാവത്തില്, അതായത് ലൈറ്റിലൂടെ വെളിച്ചമായിട്ട്, അതുപോലെ തന്നെ റേഡിയോയിലൂടെയാണ് വെച്ചാൽ പാട്ട് കേൾക്കുന്ന വിധത്തില്, ടി വിയിലൂടെയാണ് വെച്ചാൽ ദൃശ്യങ്ങളൊക്കെ കാണുന്ന വിധത്തില്, അതുപോലെ ആ ഗ്രൈൻഡർ, മിക്സി തുടങ്ങിയിട്ടുള്ള ഇതിലൊക്കെ ആണെങ്കിലോ അതില് നമുക്ക് ആഹാര പദാർത്ഥങ്ങളെയൊക്കെ ഉണ്ടാക്കാൻ പാകത്തിന് ഇങ്ങനെ ഒരേ വൈദ്യുതി ഈ പല ഭാവത്തിലൂടെ നമുക്ക് ആ ഓരോ നമുക്ക് ഏതാണോ ഉപയോഗം അതിനനുസരിച്ചിട്ട് അത് വലിയ കുഴപ്പം കൂടാണ്ട് നമ്മൾ അതിനെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആ തരത്തിൽ ആക്കി തീർക്കുന്നത് പോലെയാണ് ഈശ്വരനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഉപാധിയിലൂടെ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഭാവത്തിൽ കേന്ദ്രീകരിച്ച് കാണിച്ചു തരുന്നത്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ബോധ്യമുണ്ടല്ലോ ലൈറ്റ് കത്തുന്നതും അതുപോലെ തന്നെ ഫാന് വർക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ ഗ്രൈൻഡറും മിക്സിയൊക്കെ ഇതൊക്കെ വൈദ്യുതി എന്ന അടിസ്ഥാന തത്വത്തിന്റെ പ്രഭാവം കൊണ്ടാണ് എന്ന് നമുക്ക് ബോധ്യമാവുന്നുണ്ടല്ലോ. ഇതുപോലെ ബോധ്യമാവണം നമുക്ക് ഈശ്വരനെയും. നമ്മളൊരു വിഗ്രഹത്തില് ശ്രീകൃഷ്ണ ഭഗവാനെ ഇപ്പൊ നമ്മുടെ അടുത്ത് വെച്ച് ഭഗവാനെ പൂജിക്കുന്നു. പക്ഷെ ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭാവം, ഈ വിഗ്രഹത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അത് ഇപ്പൊ നമ്മൾ ഈ കറണ്ടിന്റെ കാര്യം, ഇലക്ട്രിസിറ്റിയുടെ കാര്യം പറഞ്ഞതുപോലെ അതിനെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഭഗവാനെ ആശ്രയിക്കാൻ. അപ്പൊ അങ്ങനെ ആശ്രയിക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ ഒരു കാലം വരുമ്പോ മനസ്സ് അങ്ങേയറ്റം ശുദ്ധമായി കഴിഞ്ഞാൽ പിന്നെ ഈ ഉപാധികളുടെ ഒന്നും ആവശ്യമില്ല. അതല്ലേ മഹാത്മാക്കളുടെയൊക്കെ ഭാവം. അവരെല്ലാം വിട്ടെല്ലാം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഒരു സ്റ്റെപ്പാണ് നമുക്ക് മനസ്സിലാവും. എല്ലാം വിട്ട് പിന്നെ അവരിൽ തന്നെ ആ പരമാനന്ദത്തെ അനുഭവിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെ ശ്രീനാരദ മഹർഷി ഭഗവാന്റെ സർവാത്മഭാവത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കാനായിട്ട്, അല്ലെങ്കിലോ ഇനിയിപ്പോ നമ്മളിപ്പോ മനുഷ്യഭാവത്തിൽ കഥയിലേറ്റ ഭാവത്തിൽ വരികയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഉണ്ടാവില്ല. അതുപോലെയാണെങ്കിൽ വിചാരിക്കാം എന്താ, അതായത് രുക്മിണിയെ വിവാഹം കഴിച്ചു, ഒന്ന് കുഴപ്പമില്ല. പിന്നെയാണ് സത്യഭാമയും ജാമ്പവതിയും സമതകത്തിന്റെ പേരില് 3 വിവാഹം, 3 സ്ത്രീകള്. എങ്ങനെ കൃഷ്ണ ഈ 3 സ്ത്രീകളുമായിട്ട് കഴിച്ചു കൂട്ടുക? അപ്പോഴാണ് പിന്നെ 5 വേറെ കാളിന്തി, മിത്രവിന്ദ, ഭദ്ര, ലക്ഷ്മണ, സത്യ. അപ്പൊ 8 ഭാര്യമാരൊക്കെയോ? എങ്ങനെയത്? നാരദ മഹർഷിക്ക് വല്ലാത്ത അസ്ഥിതിയായി ഇത് അറിഞ്ഞപ്പോഴെന്നാണ്. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ അറിയുന്നത് നരകാസുരന്റെ തടവിൽ പാർപ്പിച്ചതായിട്ടുള്ള 16,000 കന്യകമാരെ നരകാസുരനെ കൊന്ന് ആ 16,000 സ്വരൂപം സ്വീകരിച്ച ഒരേ മുഹൂർത്തത്തിൽ 16,000 കന്യകമാരെയും വിവാഹം കഴിച്ചു എന്നാണ്. ഇപ്പൊ 16,008 പത്നിമാര്. ഇതറിഞ്ഞപ്പോ നാരദ മഹർഷിക്ക് അതൊരു കൗതുകം തോന്നി, ഇതൊന്ന് കാണണമല്ലോ. അതാണ് ഇവിടെ പറയുന്നത്. ശുഗമഹർഷി നരകം നിഖതം ഭുക്വാ തദോദ്വാഹം ജയോഷിതാം കൃഷ്ണേനൈകേന ബഹ്വീനാം തദ്ദൃക്ഷുസ്മ നാരദ. ശുഗമഹർഷി പറയാണ്, ശ്രീകൃഷ്ണൻ ഏകനും അദ്വൈനുമാണ്. ഏകനായിട്ട് നരകാസുരനെ വധിച്ചതായും അതുപോലെ അനേകം സ്ത്രീകളെ വിവാഹം കഴിച്ചതുമായിട്ടുള്ള വൃത്താന്തം കേട്ടിട്ട് ശ്രീനാരദ മഹർഷി ആ 16,008 ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമം ഒന്ന് കാണണം എന്ന് ശ്രീനാരദന് ആഗ്രഹം ഉണ്ടാവുകയാണ്. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ, അത് വിചിത്രമായിട്ടുള്ള സംഭവമാണ് അല്ലെ. ചിത്രം പതൈതേകേന വപുഷാ യുഗവൽപ്രദ ഗൃഹേഷു ദൈത്യസാഹസ്രം ശ്രിയ ഏക ഉദാവഹൽ. ഒരാള് ഒരേ സമയത്ത് 16,000 സ്ത്രീകളെ വേറെ ഉള്ള ഗൃഹങ്ങളിൽ വെച്ച് വിവാഹം കഴിച്ചു എന്ന കാര്യം ശരിക്കും അതിവിചിത്രം തന്നെയാണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ശ്രീനാരദ മഹർഷി ഇനി ദ്വാരകയിലേക്ക് വരികയാണ് അതൊന്ന് കാണാൻ വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോ അക്രൂരൻ വന്ന് ഭഗവാനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് വരും എന്ന ആ വാർത്ത ഭഗവാനിൽ എത്തിക്കാൻ വേണ്ടി വൃന്ദാവനത്തിൽ പോയിട്ട് പിന്നെ ഇപ്പോഴാണ് കാണുന്നുണ്ട്. അതായത് കംസനോട് ദേവകിയുടെ 8ാമത്തെ പുത്രന്, 8ാമത്തെ കുട്ടി ആൺകുട്ടിയാണ്, പെൺകുട്ടിയല്ല. അതാണ് ഗോകുലത്തിൽ വളരുന്ന ശ്രീകൃഷ്ണൻ, അല്ലെങ്കിൽ കൃഷ്ണൻ, നന്ദഗോപരുടെ മകനായിട്ട് അറിയപ്പെടുന്ന ആള് എന്ന് പറഞ്ഞ് കംസനെ ഏഷണി കൂട്ടിയിട്ട് കംസൻ പിന്നെ അക്രൂരനെ ഗോകുലത്തിലേക്ക് അയക്കുകയാണ്.
ഈ അക്രൂരൻ ഗോകുലത്തിൽ എത്തുന്നതിന് മുമ്പ് ശ്രീനാരദ മഹർഷി വൃന്ദാവനത്തിലെത്തി ഭഗവാനെ നമസ്കരിച്ചിട്ട് പിന്നെ കൃഷ്ണാവതാരത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞതായിട്ട് ഞാൻ അന്ന് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ പറഞ്ഞത്? ഭഗവാനെ അങ്ങ് പല പല സമ്പ്രദായങ്ങളിലൂടെ അനവധി വിവാഹങ്ങൾ കഴിക്കുന്നതാണ്. നാരദൻ പറഞ്ഞതാ അന്ന് അവിടെ. അങ്ങനെ അനവധി വിവാഹമൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് എനിക്കൊന്ന് അങ്ങയെ കാണാം, ഞാൻ അവിടെ വന്ന് അങ്ങയെ നമസ്കരിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോയത്. അപ്പോ ആ പറഞ്ഞതുപോലെ ഇവിടെ ശ്രീനാരദ മഹർഷി ഇനി ഈ ദ്വാരകയിലേക്ക് വരികയാണ്. എന്താ ദ്വാരക ശരിക്ക് വളരെ നല്ല രീതിയിൽ ഇത്യുത്സവോ ദ്വാരവതിയും ദേവഋഷ്ടി ദ്രഷ്ടും ആഗമൽ ഉപവനാരാമ അതിജാടിപുര സംഗീതം. അതായത് ആരാമങ്ങള്, അതുപോലെ തന്നെ അതായത് പുഷ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഉപവനങ്ങള്, ആ ധാരാളം ഉപവനങ്ങളിലൊക്കെ പുഷ്പങ്ങളൊക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നുണ്ട്, വണ്ടുകളൊക്കെ മോളി പറക്കുന്നുണ്ട്, പക്ഷികളൊക്കെ വല്ലാണ്ട് തിരക്കുന്നുണ്ട്, പക്ഷികളുള്ള ആരാമങ്ങളൊക്കെ കാണുകയാണ് ദ്വാരക. അങ്ങനെ അവിടെ എത്തി ആ പൂന്തോട്ടത്തിലോ ശരിക്കും അവിടെയുള്ള തടാകങ്ങളില് ചന്താമരപ്പൂക്കൾ വികസിച്ച് നിൽക്കണു. അതുപോലെ നീലത്താമര, കൽക്കാരം, ആമ്പല തുടങ്ങിയിട്ടുള്ള ജലപുഷ്പങ്ങള്, അതിലൊക്കെ തേൻ കുടിക്കാനായിട്ട് വട്ടുകൾ അതിന്റെ ചുറ്റും പാതിപ്പറക്കുക. ഹംസം, കൊളക്കോഴി തുടങ്ങിയിട്ടുള്ള പക്ഷികളെ ഉച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ടിരിക്കുക. വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള മനസ്സിന് ആനന്ദത്തെ തരുന്നതായിട്ടുള്ള അന്തരീക്ഷമാണ് ദ്വാരകയിൽ കാണുന്നത്. മാത്രമല്ല പ്രാസാദലക്ഷൈനവഭിർജുഷ്ടാം സ്ഫാടികരാജതൈ മഹാമരതകപ്രഖ്യൈ സ്വർണ്ണരത്നപരിച്ചതൈ. ആ മണിമാളികകള് 16,008 മണിമാളികകള് ഓരോ പത്നിമാർക്കും താമസിക്കാൻ വേണ്ടിയിട്ട് വേറെ വേറെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഭഗവാൻ. അതിന്റെയൊക്കെ അവസ്ഥ എന്താ? ശരിക്കും ചുമരുകളിലൊക്കെ ആ സ്വർണ്ണ തകിടുകൾ പതിച്ചിരിക്കുക, സ്ഫടികം പതിച്ചിരിക്കുക. എന്തിനാണ്? അന്ന് ഈ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ല. ഇതിന്റെ ആ വെളിച്ചം കൊണ്ട് എപ്പോഴും രാത്രിയും പകലും ഒക്കെ പൂർണ്ണമായിട്ട് അവിടെ വെളിച്ചം കിട്ടുന്നതാണ്. ഈ സ്ഫടികത്തിന്റെയും രത്നത്തിന്റെയും ഒക്കെ ശോഭ കൊണ്ടുവന്നാണ് അവിടെ. അതുപോലെ തന്നെ ആ ഗൃഹോപകരണങ്ങളൊക്കെ സ്വർണം, വെള്ളി തുടങ്ങിയിട്ട് ആ ലോഹങ്ങളെ കൊണ്ടുണ്ടാക്കിയത്, രത്നം പതിച്ചതൊക്കെ ആയിരുന്നു എന്നാണ്. അതുപോലെ വിഭക്ത രത്യാപത ചത്വരാവണേ ശാലാസഭാവി രുചിരാംസുരാലയെ അറിയണം. ശരിക്ക് ആ പ്രത്യേകം വിഭജിക്കപ്പെട്ടിരിക്കുന്നതായിട്ട് രാജവീഥികള്, നമ്മൾ പറയില്ല ഓരോ ആ കട്ടുകള് എന്നാണ്. അപ്പോ അങ്ങനെ ഓരോരോ തരത്തിലുള്ള ആ രാജവീഥികള്, അതുപോലെ തന്നെ ആ മുറ്റങ്ങളൊക്കെ, മുറ്റങ്ങളും ഇടവഴികളും അങ്ങാടികളും ഒക്കെ ശരിക്ക് വൃത്തിയുള്ളതായിരുന്നു എന്നാണ്. ഇപ്പൊ നമ്മളൊന്നും ഇവിടെ എവിടെയും നോക്കിയാൽ കാണില്ല. അത് നോക്കൂ, ഇതൊക്കെ നമ്മൾ ഇന്നത്തെ അധികാരികൾ ശരിക്കും പഠിക്കേണ്ടതാണ്. എങ്ങനെയാണ് നമ്മൾ പ്രകൃതിയെ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന അന്തരീക്ഷത്തെ വൃത്തിയായിട്ടും ശുദ്ധിയായിട്ടും സൂക്ഷിക്കേണ്ടത്, അതിന്റെ ആവശ്യകത എന്താണ് എന്ന് ആ പണ്ട് ഭാഗവതം എഴുതുന്ന കാലത്ത് തന്നെ അങ്ങനെ ഒരു ഭാവം ഉണ്ട്, അത് കാണിച്ചു തരികയാണ്. ഇതൊക്കെ പഠിക്കണം ശരിക്കും എന്നാണ്. ആ വൃത്തിയുള്ളതായിട്ടുള്ള ഇടവഴികള്, അതുപോലെ തന്നെ മുറ്റങ്ങള്, അങ്ങാടികള്, അവിടെയൊന്നും ഒരു വൃത്തികേടും ഇല്ല എന്നാണ്. ഇന്നിപ്പോ പുറത്ത് നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല, അങ്ങനെയുള്ളതാണ് അവസ്ഥ. ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം നൽകുന്ന അന്നസത്രങ്ങള്, യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള സഭാമണ്ഡപങ്ങള്, അതുപോലെ തന്നെ ദേവസ്ഥാനങ്ങള് നന്നായി അടിച്ച് തെളിച്ച് വൃത്തിയാക്കിയിട്ട് ചന്ദനവെള്ളമൊക്കെ കുടഞ്ഞു തെളിച്ച് നനയ്ക്കപ്പെട്ട വഴികള്, അതുപോലെ തന്നെ മുറ്റങ്ങളും കോലായകളൊക്കെ വല്ല മനോഹരമായിട്ട് ഇട്ടിരിക്കുന്നു. പിന്നെ ധാരാളം ധ്വജങ്ങള്, കൊടികൾ നാട്ടിയിട്ടുണ്ട് എന്നാണ്. ഉയർത്തിക്കെട്ടിയിരിക്കുന്ന കൊടിക്കൂറകൾ ഒന്നോടൊന്ന് ചേർന്ന് വെയിൽ കൊള്ളാത്ത വിധത്തിൽ തണലേകിയിരിക്കണം നടക്കുന്ന ആളുകൾക്ക് എന്നാണ്. ഇതിനു വേണ്ടിയിട്ടാണ് പണ്ടൊക്കെ കൊടിയും തോരണങ്ങളൊക്കെ ആ രാജവീഥിയുടെ അല്ലെങ്കിൽ നടക്കുന്ന വഴിയുടെ രണ്ട് ഭാഗത്തും ഉണ്ടാവും നിറയെ. ഇന്നും ഉണ്ട് കൊടിയും തോരണങ്ങൾ, പക്ഷെ അത് കടന്ന് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകും. പണ്ട് ഈ കൊടിയും തോരണങ്ങളൊക്കെ തൂക്കിയിട്ട് രഹസ്യം എന്താണ്? നടക്കുന്ന ആളുകൾക്ക് സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കരുത്, ക്ഷീണം വരരുത്, വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അന്ന് ഈ വേനൽക്കാലത്ത് ആണ് ഈ കൊട അല്ലെ, ആദപത്രം എന്നാണ് കൊടയ്ക്ക് പേര് പറയുക. സാധാരണ മഴക്കാലത്ത് പുറത്തിറങ്ങി നടക്കാൻ പാടില്ല, അതുകൊണ്ട് ഈ കൊട മഴയത്ത് ഉപയോഗിക്കാനുള്ളതല്ല, ശരിക്ക് വേനൽക്കാലത്ത് പിടിക്കാനുള്ളതാണ്, ആ വെയിലേൽക്കാതിരിക്കാനാണ്. ഇവിടെ ഈ തരത്തിൽ മറ്റുള്ളവർക്ക് വെയിലേൽക്കാതിരിക്കാൻ തക്ക വിധത്തിൽ കൊടിതോരണങ്ങളൊക്കെ അങ്ങനെ തൂക്കിയിട്ടുണ്ട് എന്നാണ്. അതുപോലെ തന്നെ തസ്യാമന്തപുരം ശ്രീമൽ അർച്ചിതം സർവദിഷ്ണിഭൈ ഹരേ സ്വകൗശലം യത്ര ത്വാട്ട കാസ്നേന ദർശിതം. സകല ദിക്ഭാരകന്മാരും പൂജിക്കുന്ന ആ ഭഗവാന്റെ അന്തപുരത്തില് ശ്രീനാരദ മഹർഷി ഇനി പ്രവേശിക്കുകയാണ് രുക്മിണിയോട് കൂടിയിട്ടുള്ള അന്തപുരത്തിലേക്ക്. അല്ലെ, ഓരോ ഭാര്യയ്ക്കും പ്രത്യേകം അന്തപുരങ്ങളുണ്ട്. അവയൊക്കെ ശരിക്കും വിശ്വകർമാവ് തന്റെ കരകൗശല നൈപുണ്യം നന്നായി പ്രകാശിപ്പിച്ചിട്ട് നിർമ്മിച്ചവയാണെന്നാണ്. അപ്പൊ ഇവിടെ ആദ്യം നാരദ മഹർഷി ആ 16,008 അന്തപുരങ്ങളെ കണ്ട് അങ്ങനെ വിസ്മയിച്ചു. എന്നിട്ടോ ആദ്യം കണ്ട അന്തപുരം, ആദ്യം പ്രിഫറൻസ് രുക്മിണി ദേവിക്കായിരിക്കണമല്ലോ.
അപ്പൊ രുക്മിണി ദേവിയുടെ അന്തപുരത്തിലേക്കാണ് പ്രവേശിക്കാൻ പോണത് എന്നാണ്. അങ്ങനെ ഇപ്പോ ഭഗവാനാണെച്ചാല് നാരദൻ പ്രവേശിച്ചു. ഭഗവാനാണെങ്കിലോ രുക്മിണി ദേവിയുടെ കട്ടിലിൽ അങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രുക്മിണി ദേവിയാണെങ്കിൽ അനവധി തോഴിമാരൊക്കെ ഉണ്ടെങ്കിലും ഭഗവാന്റെ കാര്യം ഭാര്യമാര് നേരിട്ടാണ് നടത്തുന്നത് നേരത്തെ പറഞ്ഞതാ. അപ്പൊ രുക്മിണി ദേവി തന്നെ വെഞ്ചാമരം കൊണ്ട് ഭഗവാനെ ഇങ്ങനെ വീശി സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ആ ഗൃഹത്തിലെ തൂണുകള് പവിഴം കൊണ്ട്, ഉത്തരങ്ങളൊക്കെ വൈഡൂര്യം കൊണ്ടും ചുമരുകളൊക്കെ ഇന്ദ്രനീലം കൊണ്ടും ഒക്കെ നിർമ്മിച്ചതായിരുന്നു എന്നാണ്. അവ വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള ആ മാളികയുടെ അന്തർഭാഗത്ത് മുത്തുമാലകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന മേലാപ്പുകള്, ആനക്കൊമ്പ് കൊണ്ട് നിർമ്മിച്ച രത്നങ്ങൾ പതിച്ചതുമായിട്ടുള്ള ആസനങ്ങള്, ശയനങ്ങള്, എല്ലാ മുറികളും ഇങ്ങനെ അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അനവധി ദാസിമാര് ആ സർവാഭരണ വിഭൂഷിതകളായിട്ട് വിശേഷ വസ്ത്രങ്ങളായി കൊണ്ടൊക്കെ അലങ്കരിക്കപ്പെട്ടവരായിട്ട്, അതുപോലെ തന്നെ ദാസന്മാരായിട്ടുള്ള ആളുകള് വിശേഷപ്പെട്ട തലക്കെട്ടും രത്നകുണ്ടലങ്ങളൊക്കെ ധരിച്ച് അലങ്കരിക്കപ്പെട്ട പുരുഷന്മാര്, അങ്ങനെ എല്ലായിടത്തും ജ്വലിക്കുന്ന രത്നദീപ സമൂഹങ്ങളിൽ നിന്നുള്ള പ്രഭ കൊണ്ട് ഒരിടത്തും അന്ധകാരം എന്നുള്ളതില്ല അവിടെ നിന്നാണ്. കാരണം സ്വയം പ്രകാശസ്വരൂപി, എല്ലാറ്റിനും പ്രകാശം കൊടുക്കുന്ന ആള് എന്നത്ര ഒരു ഭാവം ഉണ്ടല്ലോ. അവിടെ അങ്ങനെ എല്ലാറ്റിനും പ്രകാശം കൊടുക്കുന്ന ഭഗവാൻ അവിടെ താമസിക്കുന്നത് കൊണ്ട് അവിടെ എങ്ങും അന്ധകാരം ഇല്ല. എല്ലാ അജ്ഞാനങ്ങളെയും നശിപ്പിക്കുന്ന ആളാണല്ലോ. വിചിത്രമായിട്ടുള്ള മട്ടുപ്പാവകളിൽ വസിക്കുന്ന മയിലുകള്. അപ്പോ ആ മുറിക്കുള്ളിൽ, അതായത് ആ കൊട്ടാരത്തിനകത്തെ സുഗന്ധ വസ്തുക്കളൊക്കെ ഇങ്ങനെ പുകയ്ക്കുന്നതാണ്. അകര് തുടങ്ങിയിട്ടുള്ളതൊക്കെ, ആ സാമ്പ്രാണിയൊക്കെ ഇങ്ങനെ പുകയ്ക്കുന്നത്. ആ പുക ശരിക്ക് ആ കട്ടയായിട്ട് കറുത്ത നിറത്തിൽ അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഉയരുന്നുണ്ട്. അപ്പൊ ഈ പുക കാണുമ്പോ ശരിക്കും അന്തരീക്ഷം കാർമേഘങ്ങളെ കൊണ്ട് നിറഞ്ഞ പോലെ പെട്ടെന്ന് തോന്നും. ഇത് കണ്ടിട്ട് മയിലുകൾ എന്താ ചെയ്യുക? അത് കണ്ട് മഴ വരികയാണെന്നും പറഞ്ഞ് കാർമേഘങ്ങളെ കണ്ട മയിലുകൾക്ക് നല്ല സന്തോഷമാണ്. അപ്പൊ ആ മയിലുകൾ അത് കണ്ടിട്ട് ആ നൃത്തമൊക്കെ ചെയ്യും, പാട്ടൊക്കെ പാടുന്നതാണ്, നൃത്തം വെക്കുന്നു ഉച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ട് എന്നാണ്. ഒന്നാലോചിച്ച് നോക്കാം അതായത് വർണ്ണനയൊക്കെ എത്ര ഭംഗിയായിട്ടാണ് ഇവിടെ. അങ്ങനെ തസ്മിൻ സമാന ഗുണരൂപ വയസ്സുവേഷ ദാസീ സഹസ്രയുധായ അനുസവം ഗൃഹിണ്യ വൈപ്രോദർശ ചമരവ്യജനേന രുഗ്നദണ്ഡേന സാത്വതപതിം പരിവിജയന്ത്യ. അതായത് ആ ഗൃഹത്തിലേക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭാര്യാസഹിതനായിട്ട് രുക്മിണിയോടുകൂടി ഇരിക്കുന്നത് നാരദൻ കാണുകയാണ്. നോക്കൂ, വയസ്സ്, ഗുണം, രൂപസൗന്ദര്യം, വേഷം ഇവയിൽ തുല്യരായിട്ടുള്ള ആയിരക്കണക്കിന് ദാസിമാർ ഓരോരോ വീട്ടിലും ഉണ്ട്. എന്നാൽ ഭഗവാനോടുള്ള ഭക്തിയുടെ ആധിക്യം നിമിത്തം സ്വർണ്ണദണ്ടുള്ള വെഞ്ചാമരം എടുത്തു പിടിച്ച് സാക്ഷാൽ ലക്ഷ്മി ദേവി സ്വന്തം കൈകൊണ്ട് ഭഗവാനെ വീശി കൊടുക്കുകയാണ്. അങ്ങനെയുള്ള യാദവശ്രേഷ്ഠനായിട്ടുള്ള ഭഗവാനെയാണ് ശ്രീനാരദ മഹർഷി രുക്മിണി ദേവി പാദസേവ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭഗവാനെ കാണുകയാണ് എന്നാണ്. ഇപ്പോ പഞ്ചമസ്കന്ധത്തില് ആ രമ്യക വർഷത്തെ വർണ്ണിക്കുമ്പോഴാണെന്ന് തോന്നുന്നത്. അവിടെ ഭഗവാനെ, അതായത് ലക്ഷ്മി ഭഗവതി കാമദേവ സ്വരൂപത്തിലുള്ള ഭഗവാനെ ശുശ്രൂഷിക്കണമെന്നായിട്ടൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പൊ ആ തരത്തിൽ ഇവിടെ ലക്ഷ്മി ഭഗവതി ഭഗവാനെ ഇങ്ങനെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ആ ഭഗവാന്റെ ഭാവത്തെ ഒന്ന് കാണിച്ചു തരികയാണ്. തം തന്നിരീക്ഷ്യ ഭഗവൻ സഹസോത്തിത ശ്രീവര്യങ്കത സകലധർമ്മഭൃതാംബരിഷ്ട ആനമ്യ പാദയുഗളം ശിരസാ കിരീടജുഷ്ടേന സാഞ്ജലി വിശദാസനേസ്വേ. ഇവിടെ ഭഗവാന്റെ അവതാരത്തിന്റെ ഉദ്ദേശം എന്താ? സകല ധർമ്മങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവതരിച്ചതാണ്. ആ ഭഗവാൻ ഇപ്പോ ശരിക്കും ആ ധർമ്മത്തെ സംരക്ഷിക്കേണ്ട ആള് ധർമ്മം ആദ്യം അനുഷ്ഠിച്ച് ആ ധർമ്മത്തെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവനായിരിക്കണം. അവനെ ധർമ്മത്തെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ. ഇന്നിപ്പോ അതായത് നമ്മളുടെ അധികാരികളായിട്ട് നമ്മളെ രാഷ്ട്രീയക്കാർ ഭരിക്കുന്നുണ്ട്. അവര് ശരിക്കും അവരുടെ കർത്തവ്യം എന്താണ്? ധർമ്മ പരിപാലനം എന്നുള്ളതാണ് ആ രാജാക്കന്മാരുടെ കർത്തവ്യമായിട്ടിരിക്കുന്നത്. അപ്പൊ അവരെന്താ ആദ്യം ചെയ്യേണ്ടത്? ധർമ്മം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് അത് അനുഷ്ഠിക്കുന്ന ആളുകളായിട്ട് തീരണം. അപ്പൊ ധർമാനുഷ്ഠാനം ചെയ്യുന്ന ആളുകൾക്ക് ആ ധർമ്മത്തെ പരിപാലിക്കാനും കഴിയുള്ളൂ. അതാണ് ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥയിലൂടെ കാണിച്ചു തരുന്നത്. സകല ധർമ്മങ്ങളെയും രക്ഷിക്കുന്നതിന് വേണ്ടി അവതരിച്ചവരിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഭഗവാൻ ശ്രീനാരദനെ കണ്ടതോടുകൂടെ, അതായത് ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ഗൃഹസ്ഥൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അവൻ പൂർണ്ണനാവുന്നത് എപ്പോഴാ? ആ മഹാത്മാക്കളെ സേവിക്കുന്ന സമയത്ത്. എപ്പോഴും മഹാത്മാക്കളെ ആദരിക്കുന്ന പാരമ്പര്യം, അതാണ് നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരം. അല്ലാണ്ട് ഒരിക്കലും മഹാത്മാക്കളെ നിന്ദിക്കുന്ന സ്വഭാവം ആവരുത്. ഇപ്പൊ അങ്ങനെയായി മാറിയിരിക്കണോ? അതായത് ജനാധിപത്യം എന്നും പറഞ്ഞിട്ട് ഇപ്പൊ നമ്മളെ ഇപ്പൊ ആ തരത്തിലാണ് നമ്മളെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്.
ഇവിടെ മഹാത്മാക്കളെ ആശ്രയിക്കണം, അവര് പറയണത് അനുസരിക്കണം, അവരെ പൂജിക്കണം. അതാണ് നമ്മുടെയൊക്കെ ചുമതലയായിട്ടിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് രാജ്യം ഭരിക്കുന്ന രാജാവ് അങ്ങനെ ഉള്ള ആളായിരിക്കണം എന്നാണ്. അപ്പോഴേ ആ ധർമ്മപരിപാലനം ശരിയായിട്ട് പ്രാവർത്തികമായിട്ട് തീരുള്ളൂ, പ്രയോജനം കിട്ടുള്ളൂ എന്നാണ്. നാരദനെ കണ്ട ഉടനെ എണീറ്റു അവിടെ നിന്നാണ്. എഴുന്നേറ്റിട്ട് കിരീടം കൊണ്ട് അലങ്കരിക്കപ്പെട്ട തന്റെ ശിരസ് കൊണ്ട് ശ്രീനാരദന്റെ ആ പാദത്തിൽ വന്ന് നമസ്കരിക്കുകയാണ് എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 14 ലോകത്തിന്റെയും അധിപനായിട്ടുള്ള ഭഗവാൻ, സർവ്വലോക ഗുരുവായിട്ടുള്ള ഭഗവാനാണ് ഇപ്പൊ ശ്രീനാരദനെ കണ്ടപ്പോ ആ ഗുരുനാഥൻ എന്ന ഭാവത്തില് ശ്രീനാരദ മഹർഷിയെ നമസ്കരിക്കുന്നത് എന്നാണ്. ഇതാണ് അമാന്യാണ് ഭഗവാൻ എന്നാണ്. അവിടെ ഭഗവാന് യാതൊരു തരത്തിലുള്ള ഭാവങ്ങളും ഇല്ല. അപ്പോ ഭഗവാൻ ആ നമസ്കാരം ആദ്യം മറ്റുള്ളവരെ നമസ്കരിക്കുകയാണ്. അപ്പോഴേ നമ്മളെയും മറ്റുള്ളവർക്കും ആ ഭാവത്തിൽ തോന്നുള്ളൂ എന്നാണ്. ഇപ്പോ ആ കൈകൂപ്പി തൊഴുത് അദ്ദേഹത്തെ നമസ്കരിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ടോ ആ വലിയൊരു നല്ലൊരു സിംഹാസനം കൊടുത്ത് അവിടെ ഇരുത്തി എന്നാണ്. ആ സിംഹാസനത്തിൽ ഇരുത്തിയിട്ട് ആ തസ്യാവനിജ്യചരണോ തദവത്വമൂർധന ബിഭ്രഡ് ജഗദ്ഗുരുതരോപി സദാംപതിർഹി ബ്രഹ്മണ്യദേവ ഇതിയൽ ഗുണനാമയുക്തം തസ്യൈവ യച്ചരണ ശൗചമശേഷ തീർത്ഥം. അറിയണം, സകല ലോക ഗുരു അഖില ഗുരുവാണ് ഭഗവാൻ. സകല ഗുരുക്കന്മാരുടെയും ഗുരുവാണെങ്കിലും താൻ തന്നെ നാരദന്റെ കാല് കഴുകുകയാണ്. ആലോചിച്ച് നോക്കൂ. ഭഗവാന്റെ പാദതീർത്ഥാണ് ബ്രഹ്മാദി ദേവശ്രേഷ്ഠന്മാര് പോലും സ്വീകരിക്കാൻ കൊതിക്കുന്നത്. ആ ഭഗവാനാണ് ശ്രീനാരദ മഹർഷിയുടെ കാല് കഴുകുക. ആ വലിയൊരു സ്വർണ്ണപാത്രം എടുത്തു കൊടുത്തിട്ട് നാരദ മഹർഷിയുടെ പാദം അതിൽ വെച്ച് ഭഗവാൻ ആ നാരദ മഹർഷിയുടെ പാദം കഴുകുകയാണ്. ആ കഴുകിയ പാദതീർത്ഥത്തെ എന്താ ചെയ്തത്? ആ തീർത്ഥജലം സജ്ജനങ്ങളുടെയൊക്കെ പതിയായിട്ടുള്ള ഭഗവാൻ സ്വന്തം ശിരസിൽ ധരിക്കുകയാണ്. എന്താ അത് ഇവിടെ പറയുന്നുണ്ട്? ബ്രഹ്മണ്യദേവ ഇതിയൽ ഗുണനാമയുക്തം എന്നാണ്. ഭഗവാന് പേരുണ്ട്. ആ ഈശ്വരനെ ബ്രാഹ്മണരെ ഈശ്വരനായിട്ട് കണക്കാക്കുന്ന ആളാണ്. ബ്രഹ്മണ്യദേവൻ എന്നാണ് പേര്. അപ്പൊ അങ്ങനെ ഉള്ള ആ ഭഗവാൻ അത് ശരിയാണ് എന്ന് ലോകത്തിന് പഠിപ്പിക്കാനായിട്ട് താൻ സജ്ജനങ്ങളെ ആരാധിക്കണം, ബ്രാഹ്മണരെ സേവിക്കണം, ബ്രാഹ്മണ ഭക്തനാവണം. വലിയൊരു ബ്രാഹ്മണ ഭക്തനാണല്ലോ ഭഗവാൻ. ഇങ്ങനെ വേണം ആ ലോകത്തെ ഭരിക്കുന്ന ചക്രവർത്തിമാര് രാജാക്കന്മാര് പെരുമാറാൻ എന്ന് കാണിച്ചു കൊടുക്കുന്നത് പോലെ ശ്രീനാരദ മഹർഷിയുടെ പാദതീർത്ഥം തന്റെ ശിരസിൽ ധരിക്കുകയാണ്. നോക്കൂ, ഏതൊരു ഭഗവാന്റെ പാദതീർത്ഥമാണോ ഗംഗ എന്ന പേരില് 3 ലോകത്തെയും പവിത്രീകരിക്കുന്നത്, ആ ഭഗവാനാണ് നാരദ മഹർഷിയുടെ പാദതീർത്ഥം തന്റെ ശിരസിൽ ധരിക്കുന്നത്. ഇതാ ഭഗവാന്റെ പ്രഭാവം. ഭഗവാൻ ഇനി കുചേലവൃത്തൻ കഥയിൽ പറയുന്നുണ്ട്, അതെ ഞാനിപ്പോ ലോകത്തെയൊക്കെ അനുഗ്രഹിക്കുന്ന സ്വഭാവത്തോട് കൂടിയ ആളാണെങ്കിലും എനിക്ക് ലോകത്തെ അനുഗ്രഹിക്കാനുള്ള ശക്തി എവിടെന്നാ കിട്ടുന്നത്? നമ്മളൊക്കെ ഈ ബാറ്ററി ചാർജ് ചെയ്യുന്നത് പോലെ എന്താ ഭക്തന്മാരിൽ നിന്നാ കിട്ടണത് എന്നാ ഭഗവാൻ പറഞ്ഞു. ഭക്തന്മാരുടെ പാദതീർത്ഥം എനിക്ക് എന്റെ ശിരസിൽ ധരിക്കുമ്പോ എനിക്ക് ലോകത്തെ അനുഗ്രഹിക്കാനുള്ള കഴിവ് ഉണ്ടാവുള്ളൂ എന്നാണ്. ആലോചിച്ച് നോക്കും ഭഗവാന്റെ മഹിമ. അപ്പോ ആ ഭഗവാന്റെ പാദതീർത്ഥാണ് ഗംഗ അല്ലെ. ആ ഗംഗയെ ഗംഗ 3 ലോകത്തെയും ശുദ്ധീകരിച്ചുകൊണ്ട് ഒഴുകുകയാണ്. ആ ഗംഗയെയാണ് പരമേശ്വരൻ ശിരസിൽ ധരിക്കുന്നത് എന്നാണ്. ആ ഭഗവാനാണ് ഇപ്പോ തന്റെ നാരദ മഹർഷിയുടെ പാദതീർത്ഥം തന്റെ ശിരസിൽ തെളിക്കുന്നത് എന്നാണ്. മഹർഷിയെ വിധി പോലെ പൂജിച്ച് സൽക്കരിച്ച് തൊഴുത്ത് ചോദിക്കുകയാണ്. എന്താ ചോദിച്ചത്? അങ്ങ് ഇപ്പൊ പൂർണ്ണനല്ലേ? സമ്പൂജ്യ ദേവഋഷി വര്യർ ഋഷിപുരാണോ നാരായണോ നരസഖോ വിധിനോദിതേന വാണ്യാഭിഭാഷ്യ നിതയാമൃതമിഷ്ടയാ തം പ്രാഹ പ്രഭോ ഭഗവതേ കരവാമഹേ കിം. അറിയണം, അവിടുന്ന് നരസഖാവായിട്ട് നാരായണൻ എന്ന പേരുള്ളവനാ അല്ലെ. നരനാരായണന്മാരാണ് പിന്നെ കൃഷ്ണാർജുനന്മാരായിട്ട് വന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അപ്പൊ ഈ നരനാരായണന്മാര് ഇപ്പൊ ഇവിടെ നരസഖാവായിട്ട് നാരായണൻ എന്ന പേരുള്ള ആളാണ് കൃഷ്ണൻ അല്ലെ. അപ്പോ തപസ് ചെയ്ത് പണ്ടേ തന്നെ ഋഷിയായിട്ടുള്ള ആളാണ്. ആ ഭഗവാൻ ദേവഋഷിയായിട്ടുള്ള പണ്ട് തന്നെ തപസ്സുകൊണ്ട് നരനും നാരായണനും തപസ്സുകൊണ്ട് ബദരിയാശ്രമത്തില് ആ അവതാരങ്ങളെ വർണ്ണിക്കുമ്പോൾ പ്രത്യേകം പറയുന്നുണ്ടല്ലോ. പ്രഥമസ്കന്ധത്തില് 3-ാമത്തെ അധ്യായത്തിലെ അവതാരങ്ങളെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ നരനാരായണ അവതാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതില് ഈ നാരായണൻ ശരിക്കും തപസ് ചെയ്ത് പണ്ട് തന്നെ ഋഷിയായിട്ട് തീർന്ന ആളാണ്. ആ ആളാണ് പിന്നെ കൃഷ്ണനായിട്ട് വന്നത്.
ആ പണ്ട് തന്നെ ഋഷിയായിട്ട് വന്ന നാരായണൻ അല്ലെങ്കിൽ കൃഷ്ണനായ സമയത്ത് ദേവഋഷിയായിട്ടുള്ള ശ്രീനാരദനെ വേണ്ട വിധത്തില് ശാസ്ത്രവിധി അനുസരിച്ചിട്ട് പൂജിച്ചു എന്നാണ്. എന്നിട്ടോ പിന്നെ ആ മധുരമായിട്ടുള്ള വാക്കുകളില് മിതമായിട്ടുള്ള ഭാവത്തില് നാരദന്റെ വരവിലുള്ള സന്തോഷത്തെ അങ്ങനെ അറിയിക്കുകയാണ്. പറഞ്ഞു, അങ്ങേ കണ്ടില്ലേ, എന്റെ ജീവിതം ധന്യധന്യമായിട്ട് തീർന്നു എന്നാണ്. പറഞ്ഞു, അതെ, ഞാൻ അങ്ങ് പൂർണ്ണനാണ് അല്ലേ, നോക്കൂ, അങ്ങയുടെ വരവിലുള്ള സന്തോഷം എനിക്ക് നന്നായിട്ട്, എനിക്ക് അങ്ങ് വന്നതിന് വലിയ സന്തോഷം തോന്നുന്നുണ്ട്. അല്ലയോ പ്രഭു ഭഗവതി, ഞങ്ങൾ അങ്ങേക്കായിട്ട് എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് കൽപ്പിച്ചാലും എന്നാണ് ഭഗവാൻ ശ്രീനാരദനോട് പറയുന്നത് എന്നാണ്. നമുക്കൊന്ന് സങ്കല്പിക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കൂ. ഈ തരത്തിലാണ് മഹാത്മാക്കളോട് പെരുമാറേണ്ടത്. നോക്കൂ, ഈരേഴ് ലോകത്തിന്റെയും അധിപതിയായിട്ടുള്ള ഭഗവാൻ, ആ ഭഗവാനാണ് ലോകം മുഴുവൻ. ആ 14 ലോകത്തിലുള്ള ആളുകളും ആ ഭഗവാനെയാണ് ഇങ്ങനെ ആരാധിക്കുന്നത്. ആ ഭഗവാനാണ് ഇപ്പോ നാരദ മഹർഷിയെ ഈ തരത്തില് പൂജിക്കുന്നതും നാരദ മഹർഷിയോട് ഈ തരത്തിൽ കുശല പ്രശ്നങ്ങൾ ചെയ്യുന്നതും. അവിടത്തേക്ക് ഞാൻ എന്താ ചെയ്തു തരേണ്ടത്? എന്താ അതിന്റെ അർത്ഥം? ഒരു ഗൃഹസ്ഥൻ ആ ഗൃഹസ്ഥാശ്രമധർമ്മം പൂർണ്ണമാവുന്നത് മഹാത്മാക്കളെ സേവിക്കുമ്പോഴേ പൂർണ്ണാവുള്ളൂ. മഹൽ സേവ കൊണ്ട് മഹൽ സേവാം ദ്വാരം ആഹുർവിമുക്തേ തമോദ്വാരം യോഷിതാം സംഗീസംഗം എന്ന പഞ്ചമസ്കന്ധത്തില് ഋഷഭോപദേശത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. മഹൽ സേവയാണ് നമ്മളൊക്കെ ചെയ്യും. നമ്മൾ നന്നാവണോ? മഹാത്മാക്കളെ ആശ്രയിക്കണം. മഹാത്മാക്കളെ നമ്മുടെ കഴിവിനനുസരിച്ച് സേവിക്കണം. അവർക്ക് എന്താ ആവശ്യം അത് നമ്മുടെ കഴിവിനനുസരിച്ച് ചെയ്തു കൊടുക്കണം. അവർക്കൊക്കെ ഉണ്ടാവാമല്ല, അവര് പൂർണ്ണന്മാർ, അവർക്ക് ഒന്നിന്റെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ അപൂർണന്മാരായത് കൊണ്ട് അവരെ ആശ്രയിക്കുന്ന സമയത്താണ് നമ്മുടെ ജീവിതവും ധന്യമായിട്ട് തീരുക. ഇതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പൊ മഹാത്മാക്കളെ സേവിക്കുക കൊണ്ട് നമ്മുടെ ജീവിതം ധന്യമായിട്ട് തീരുള്ളൂ. മഹാത്മാക്കളെ പൂജിക്കാത്ത വീട് ഓരിക്കുറക്കന്റെ മാളുമായിട്ടാണ് ഭാഗവതം തന്നെ പറയുന്നത്. ആ പൃഥുചരിത്രത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിഥിയുടെ കഥ പറയുമ്പോ പറയുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നാരദ മഹർഷി ഇങ്ങനെ ഭഗവാൻ ചോദിച്ച സമയത്ത് പറഞ്ഞു, ഭഗവാനെ ഒന്നും അടിയന് ആവശ്യമില്ല. എന്താ? നൈവാത്ഭുതം ത്വയി വിഭോ അഖില ലോകനാഥേ മൈത്രീ ജനേഷു സകലേഷു ധമക്കലാനാം നിശ്രേയസായ ഹി ജഗൽസ്ഥിതി രക്ഷണാഭ്യാം സ്വൈരാവതാര ഉരുകായ വിധാമസുഷ്ടൂ. ഭഗവാൻ പറയണം, ഭഗവാനെ അഖില ലോകത്തിന് നാഥനല്ലേ അവിടുന്ന് എന്നാണ്. അവിടുന്ന് ജനങ്ങൾക്ക് മോക്ഷാനുഭൂതിയെ അല്ലെ, സകല ജനങ്ങളോടും മൈത്രീ ഭാവത്തില് അഖില ലോകത്തിന് നാഥനായിട്ടുള്ള അവിടുന്ന് സകല ജനങ്ങളോടും മൈത്രീ ഭാവത്തിൽ ഇരിക്കുന്നുവെങ്കിലും ദുഷ്ടന്മാരെ ദണ്ഡിക്കുന്നതിലും ആശ്ചര്യത്തിന് അവകാശമില്ല ഭഗവാനെ. അപ്പൊ എല്ലാവരിലും മൈത്രീ ഭാവത്തിൽ ഇരിക്കുന്ന ആളാണെങ്കിലും ദുഷ്ടന്മാരെ അവിടുന്ന് ദണ്ഡിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ആ ലോകത്തില് ധർമ്മം നിലനിൽക്കാൻ വേണ്ടിയിട്ട്. അതില് ആ ഭഗവാനെ അവിടുത്തെ ചരിത്രങ്ങളൊക്കെ മഹത്തരങ്ങളാണ് എന്നാണ്. ഈ ലോകത്തിനെ ധരിക്കുന്നതിനും പാലിക്കുന്നതിനും വേണ്ടിയിട്ട്, ഈ ലോകത്തിനെ ധരിക്കുന്നതിനും പാലിക്കുന്നതിനും വേണ്ടി എല്ലാവരുടെയും ക്ഷേമത്തിനായിട്ടാണ് അവിടുന്ന് സ്വേച്ഛയായിട്ട് ഈ അവതാരം എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് അറിയാമെന്ന് പറയുകയാണ്. ഇതിനാ ജനങ്ങൾക്ക് മോക്ഷാനുഭൂതി നൽകി അനുഗ്രഹിക്കുന്നതാണ്. ദൃഷ്ടം തവാംഗ്രിയുഗളം ജനതാപവർഗം ബ്രഹ്മാദിഭിർഹൃതി വിചിന്യം അഗാധബോധയെ സംസാരകൂപപതിതോത്തരണാവലംബം ധ്യായം ചരാമ്യനുഗൃഹാണ യഥാ സ്മൃതിസ്യാൽ. പറയണ ഭഗവാനെ, അഗാധബോധന്മാരായിട്ടുള്ള ബ്രഹ്മാദി ദേവന്മാരുടെ ഹൃദയത്തില് എപ്പോഴും ആ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നതും സംസാരമാകുന്ന പൊട്ടക്കിണറില്, അതായത് ജനങ്ങൾക്ക് മോക്ഷാനുഭൂതിയെ നൽകുന്നതും പരമജ്ഞാനികളായിട്ടുള്ള ബ്രഹ്മാദി ദേവശ്രേഷ്ഠന്മാര് പോലും ഹൃദയത്തിൽ ധരിച്ചുകൊണ്ടിരിക്കുന്നതും സംസാരമാകുന്ന അന്ധകൂപത്തിൽ വീണ ആളുകൾക്ക് പിടിച്ചു കയറാനായിട്ട് ഒരേ ഒരു അവലംബവുമായ അവിടുത്തെ പാതാരവിന്ദങ്ങളെ എനിക്ക് കാണാൻ കഴിഞ്ഞു ഭഗവാനെ. ഈ കണ്ട പാതാരവിന്ദങ്ങളെ, ആ പാദപത്മങ്ങളെ എപ്പോഴും ധ്യാനിച്ചുകൊണ്ട് സഞ്ചരിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം നാരദൻ ഒരിടത്ത് ഒതുങ്ങിയിരിക്കുന്ന ആളല്ല, എപ്പോഴും ഇങ്ങനെ സഞ്ചരിക്കുന്ന ആളാണ്. ആ എല്ലായിടത്തും ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്തും അവിടുത്തെ പാതാരബിന്ദങ്ങള് എന്റെ ഹൃദയത്തിൽ എപ്പോഴും പ്രകാശിക്കണേ. അപ്പൊ അവിടെ പിന്നെ അവിടെ അജ്ഞാനമേ ഉണ്ടാവില്ല എന്നർത്ഥം. അതാണ് എന്റെ ആഗ്രഹം. അതിനെന്നെ അനുഗ്രഹിക്കണേ എന്നും പറഞ്ഞ് നമസ്കരിച്ചു എന്നാണ്. പിന്നെ നമസ്കരിച്ച ശേഷം നാരദന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്, വീശി കൊടുക്കണോ, കാല് തടവി കൊടുക്കണോ. അതൊക്കെ കഴിഞ്ഞ് അവിടെ സൽക്കാരമൊക്കെ സ്വീകരിച്ചിട്ട് നാരദൻ ഇനി അടുത്ത ഗൃഹത്തിലേക്ക് പോവുകയാണ് എന്നാണ്. അടുത്ത ഗൃഹത്തിലെ സത്യഭാമിയുടെ അന്തപുരത്തിലേക്കാണ് പിന്നെ പോണത് എന്നാണ്. അവിടെ നിറങ്ങി സത്യഭാമിയുടെ അന്തപുരത്തിൽ ചെന്ന് നോക്കിയപ്പോഴോ അവിടെ സത്യഭാമിയോടും ഉദ്ധവനോടും കൂടി ചൂത് കളിച്ചുകൊണ്ടിരിക്കുക. നാരദൻ ആശ്ചര്യപ്പെട്ടു, അവിടെ ഇരിക്കുന്ന ആള് പെട്ടെന്ന് ഇവിടെ എത്തിയോ?
അങ്ങനെ ഇപ്പൊ സത്യഭാമയോട് ഭഗവാൻ സത്യഭാമയോട് കൂടെ ശ്രീനാരദ മഹർഷിയെ ആദ്യമായിട്ട് കാണുന്ന ഭാവത്തില് ആ ഊട്ടി പോയിട്ട് സ്വീകരിച്ച് കൂട്ടിക്കൊണ്ടുവരണമെന്നാണ്. ആ കൂട്ടിക്കൊണ്ടുവന്ന അവിടെ ഇരുത്തി വേണ്ടതുപോലെ പൂജിക്കുകയാണ്. നേരത്തെ പൂജിച്ച ആ ഭാവം നമ്മുടെ ഭഗവാന്റെ മുമ്പിൽ ആദ്യമായിട്ട് കാണുന്ന പോലുള്ള ഭാവത്തിലാണ് ആ വേണ്ട പൂജാദികളൊക്കെ നടത്തിയെന്നാണ്. എന്നിട്ടോ അങ്ങ് എപ്പോഴാ വന്നത്? അങ്ങ് വന്നതിന് പ്രത്യേക വല്ല ഉദ്ദേശമുണ്ടോ? പൃഷ്ടച്ചാവിദുഷയവാസോ കഥായാതോ ഭവാനിധി ക്രിയതേക്കിന്ന് പൂർണ്ണാനാം അപൂർണൈരസ്മദാദിഭി. പറയാണ്, നിങ്ങളൊക്കെ പൂർണ്ണന്മാരാണ് അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സേവ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് മോഹമുണ്ട്. എന്നെ പോലുള്ളവർ എന്താ അങ്ങേക്ക് ചെയ്തു തരേണ്ടത്? ആ കാരണം ഇവിടെ ജ്ഞാനം കൊണ്ട് പൂർണ്ണനായിട്ടുള്ള അങ്ങേക്ക് ഞാൻ എന്തേ ചെയ്തു തരേണ്ടത് എന്നാണ്. അങ്ങ് ഒന്നും ആവശ്യമില്ലാത്ത ആളാ അല്ലെ? മഹർഷിമാരെന്ന് വെച്ചാൽ അവർക്കൊന്നും ആവശ്യമില്ല. എങ്കിലും എന്നോടൊന്ന് ആവശ്യപ്പെടും എന്തെങ്കിലും, എന്തിനാ? അങ്ങനെയെങ്കിലും എനിക്ക് അങ്ങയെ ഒന്ന് സേവിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തരൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ എന്താ അതെന്ന് മനസ്സിലാക്കേണ്ടത്? നമ്മളൊക്കെ അപൂർണന്മാരാണ്. നമുക്ക് ആ ഗൃഹസ്ഥാശ്രമത്തിൽ പൂർണ്ണത എപ്പോഴേ കിട്ടുള്ളൂ? ആ മഹാത്മാക്കളെ സേവിക്കുക വഴി മാത്രമേ കിട്ടുള്ളൂ എന്നാണ്. അപ്പൊ ആ മഹൽസേവ കൊണ്ടേ ഗൃഹസ്ഥാശ്രമം പരിശുദ്ധമായിട്ട് തീരുള്ളൂ എന്ന് കാണിച്ചു തരികയാണ്. അപ്പൊ എന്ത് വേണം, എന്താ ഞാൻ ചെയ്തു തരേണ്ടത് എന്നാണ് ചോദിക്കുന്നത് എന്നാണ്. അപ്പൊ പറഞ്ഞ് എനിക്ക് പ്രത്യേകിച്ചായിട്ടൊന്നും ചെയ്തു തരേണ്ടതില്ല എന്നും പറഞ്ഞ് അവിടുത്തെ പൂജയൊക്കെ സ്വീകരിച്ചിട്ട് ആ അവിടെ നിന്നിറങ്ങി ശ്രീനാരദൻ അടുത്ത അന്തപുരത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴോ ജാമ്പവതിയുടെ അന്തപുരത്തിലാണ് ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോ ആ മക്കളെയൊക്കെ ലാളിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാനെയാണ് കാണുന്നത്. അത് കഴിഞ്ഞ് മറ്റൊരു അന്തപുരത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെയൊക്കെ ഓരോ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാവത്തില് കാണുന്നുണ്ട്. ഇനിയിപ്പോ അത് മുഴുവനൊന്നും വർണ്ണിക്കാൻ പറ്റില്ല. ആ ജാമ്പവതിയുടെ അന്തപുരത്തില് കുട്ടികളെ ലാളിച്ചുകൊണ്ടിരിക്കണം. കാളിന്തിയുടെ അന്തപുരത്തിലാണെങ്കിൽ ഭഗവാൻ കുളിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുക, എണ്ണയൊക്കെ തേച്ച് കുളിക്കാനായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഒരു അന്തപുരത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ഹോമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു അന്തപുരത്തിൽ ചെല്ലുന്ന സമയത്ത് തർപ്പണം കൊണ്ട് പിതൃക്കളെ ആരാധിക്കുന്നതായിട്ട് കണ്ടു എന്നാണ്. മറ്റൊരു അന്തപുരത്തിൽ ചെല്ലുന്ന സമയത്ത് വേദപാരായണം ചെയ്യുകയാണ് കാണുന്നത്. പിന്നൊരു അന്തപുരത്തിൽ ചെല്ലുന്ന സമയത്ത് അതിഥി സൽക്കാരം ചെയ്യുക. വേറൊരു അന്തപുരത്തിൽ ചെല്ലുന്ന സമയത്തോ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ആഹാരം കൊടുത്ത് ഭൂതബലി നടത്തുകയാണ്. മറ്റൊരു അന്തപുരത്തിൽ ചെല്ലുന്ന സമയത്ത് ബ്രാഹ്മണർക്ക് അന്നദാനം ചെയ്യുന്ന കൃഷ്ണനെ, മറ്റൊരു അന്തപുരത്തിൽ ചെല്ലുന്ന സമയത്ത് ബ്രാഹ്മണർക്ക് നൽകി കഴിഞ്ഞിട്ട് അതിന്റെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുന്ന ഭഗവാനെ, പിന്നൊരു അന്തപുരത്തിൽ ചെല്ലുന്ന സമയത്ത് സന്ധ്യാവന്ദനം ചെയ്യുന്ന ഭഗവാനെ, മറ്റൊരു അന്തപുരത്തിൽ ചെല്ലുന്ന സമയത്ത് പ്രണവം ജപിച്ചുകൊണ്ട് നിൽക്കുന്ന ഭഗവാനെ, മറ്റൊരു അന്തപുരത്തിൽ ചെല്ലുന്ന സമയത്ത് വാളും പരിചയൊക്കെ എടുത്തിട്ട് ആ പയറ്റുമുറകളൊക്കെ അഭ്യസിക്കുകയാണ്. അതുപോലെ മറ്റൊരു അന്തപുരത്തിൽ ചെല്ലുന്ന സമയത്ത് ആനപ്പുറത്തും കുതിരപ്പുറത്തും തേരിലും ഒക്കെ സഞ്ചരിക്കുന്ന ഭഗവാനെ കാണുന്നത്. മറ്റൊരു അന്തപുരത്തിൽ ചെല്ലുന്ന സമയത്ത് പ്രഭാതകാലത്ത് സൂതമാഗതവദ്യകൾ വന്ന് ഭഗവാനെ സ്തുതിക്കുന്നത് കണ്ടു എന്നാണ്. പിന്നൊരു അന്തപുരത്തിൽ ചെല്ലുന്ന സമയത്ത് ഉദ്ധവൻ മുതലായിട്ടുള്ള മന്ത്രിമാരോട് കൂടിയിട്ട് കാര്യാലോചന ചെയ്യുകയാണ്. മന്ത്രിസഭാ യോഗമാണ് അവിടെ നടക്കുന്നത്. വേറൊരു അന്തപുരത്തിൽ ചെല്ലുന്ന സമയത്ത് നാരദ മഹർഷി കണ്ടത് ഭഗവാൻ ജലക്രീഡയ്ക്കുള്ള പുറപ്പാടാണ്. പിന്നൊരു അന്തപുരത്തിൽ ചെന്നപ്പോഴോ ബ്രാഹ്മണർക്ക് പശുദാനം നടത്തുന്ന കൃഷ്ണനെയാണ് കാണുന്നത്. വേറൊരു അന്തപുരത്തിൽ ചെല്ലുന്ന സമയത്ത് ഇതിഹാസങ്ങളും പുരാണങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഭഗവാനെ, മറ്റൊരു അന്തപുരത്തിൽ ചെല്ലുന്ന സമയത്ത് പത്നി തമാശ പറഞ്ഞിട്ട് ഭഗവാനെ ചിരിപ്പിക്കുന്നതായിട്ട് കാണുകയാണ്. പിന്നീട് ഒരു മൂന്നന്തപുരത്തില് ചെന്നു, അപ്പോഴോ ധർമ്മം അർത്ഥം കാമം ഈ പുരുഷാർത്ഥങ്ങളെയൊക്കെ സേവിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. മറ്റൊരു അന്തപുരത്തില് പ്രകൃതിക്ക് അതീതനായിട്ട് വിളങ്ങുന്ന പരമപുരുഷനെ ധ്യാനിക്കുന്നതായിട്ട് കണ്ടു ഭഗവാൻ. പിന്നെ ഗുരുനാഥന്മാരെ ശുശ്രൂഷിക്കുന്ന മറ്റൊരു അന്തപുരത്തില്, പിന്നൊരു അന്തപുരത്തില് യുദ്ധത്തെ പറ്റിയും, മറ്റൊരു അന്തപുരത്തില് സന്ധിയെ പറ്റി, അതായത് സന്ധിയെ പറ്റിയിട്ടും ആലോചിക്കുന്നു എന്നാണ്. പിന്നൊരു അന്തപുരത്തില് ബലരാമനോട് കൂടിയിട്ട് സജ്ജനങ്ങളുടെ ക്ഷേമത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. മറ്റൊരു അന്തപുരത്തിലൊക്കെ പ്രവേശിച്ച സമയത്ത് പുത്രന്മാരുടെ വിവാഹാലോചന നടത്തിക്കൊണ്ടിരിക്കുക ബന്ധുക്കളുമായിട്ട്. മറ്റൊരു അന്തപുരത്തിൽ പുത്രിമാരുടെ വിവാഹാലോചനയാണ്, അവര് നമുക്ക് പറ്റുമോ എങ്ങനെയൊക്കെയാണ് എന്നുള്ള ഭാവത്തില്. മറ്റൊരു അന്തപുരത്തിൽ വിവാഹിതകളായിട്ടുള്ള പുത്രിമാരെ ഭർത്താക്കന്മാരുടെ വീട്ടുകളിലേക്ക് യാത്ര അയക്കുക, അപ്പൊ ഒരു ഗൃഹസ്ഥനുണ്ടാവുന്നതായിട്ടുള്ള ദുഃഖമൊക്കെ അഭിനയിക്കുക, ഇതൊക്കെയാണ് അവിടെ. വേറൊരു അന്തപുരത്തിൽ ചെല്ലുന്ന സമയത്ത് വിവാഹം കഴിഞ്ഞ് വരുന്ന പുത്രന്മാരെ വധുക്കളോടുകൂടി സ്വീകരിക്കുകയാണ്. പിന്നെ മറ്റൊരു അന്തപുരത്തില് ദേവന്മാരെ യജ്ഞങ്ങളെ കൊണ്ട് ആരാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. മറ്റൊരു അന്തപുരത്തില് പൊതുസ്ഥലത്ത് കിണർ കുഴിക്കുക, വഴിയുടെ ഇരുവശങ്ങളിലും തണലിനായിട്ട് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക, ഉദ്യാനങ്ങൾ ഉപവനങ്ങളൊക്കെ നിർമ്മിക്കുക, വഴിയാത്രക്കാർക്ക് താമസിക്കാനായിട്ട് സത്രങ്ങളൊക്കെ ഉണ്ടാക്കുക തുടങ്ങിയ പരോപകാര പ്രവൃത്തികൾ ചെയ്യുന്ന കൃഷ്ണനെ, മറ്റൊരു അന്തപുരത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് ഭഗവാൻ നായാട്ടിനുള്ള പുറപ്പാട്, നായാട്ടിന് തയ്യാറായിട്ട് നിൽക്കുകയാണ്. മറ്റൊരു അന്തപുരത്തിൽ ചെല്ലുന്ന സമയത്ത് ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് വേഷം മാറി സഞ്ചരിക്കുന്ന ഭഗവാനെ കണ്ടു എന്നാണ്. അങ്ങനെയൊക്കെയാണ് രാജാവ് രാജ്യം ഭരിക്കേണ്ടതെന്ന് കാണിച്ചു തരിക.
ഇങ്ങനെ നാരദ മഹർഷി ഭഗവാന്റെ 16,008 അന്തഃപുരങ്ങളിലും കയറി ഇറങ്ങി എന്നാണ്. ഒരിടത്തും, അതായത് എല്ലാ അന്തഃപുരങ്ങളിലും ഭഗവാന്റെ സാന്നിധ്യത്തെ കണ്ടു എന്ന് മാത്രമല്ല, ഓരോ മുഹൂർത്തത്തിലും ഓരോ ഗൃഹസ്ഥനും ഏതെല്ലാം കർത്തവ്യങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത് അത് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന കൃഷ്ണനെ എന്നാണ്. അപ്പൊ എവിടെയും വെറുതെ ഇരിക്കുന്ന കൃഷ്ണനെ കണ്ടതായിട്ട് ഇവിടെ പറയുന്നില്ല എന്നാണ്. അതായത് ഓരോ മുഹൂർത്തത്തിലും എന്താണോ ഗൃഹസ്ഥന്റെ കർത്തവ്യമായിട്ടിരിക്കുന്നത് അത് ശരിയായിട്ട് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാനെയാണ് കാണുന്നത് എന്നാണ്. അവസാനത്തെ അന്തഃപുരത്തിലേക്ക് ചെന്നു. ഈ 16,007 അന്തഃപുരത്തിലും ഭഗവാൻ നാരദനെ ആദ്യം കാണുന്ന ഭാവത്തിൽ പൂജിച്ച് നമസ്കരിച്ച് വേണ്ടതുമൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. 16,008 അന്തഃപുരത്തിൽ എത്തിയപ്പോഴേ പിന്നെ ഇങ്ങോട്ട് പൂജിക്കാനോ നമസ്കരിക്കാനോ സമ്മതിച്ചില്ല ശ്രീനാരദൻ. പിന്നെയോ തിരിച്ച് ഭഗവാനെ ഒറ്റ നമസ്കാരമാണ് എന്നാണ്. ആ ഭഗവാന്റെ കാക്കൽ വീണ നാരദൻ കണ്ണീരുകൊണ്ട് ഭഗവാന്റെ പാദം കഴുകിക്കുക. എന്നിട്ടോ പറഞ്ഞു ഭഗവാനോട്, ഭഗവാനെ മനസ്സിലായി എനിക്ക് എന്നാണ്. ഭഗവാന്റെ യോഗമായ വൈഭവത്തെ ശരിക്കും അനുഭവിക്കുകയാണ് ശ്രീനാരദ മഹർഷി. എന്നിട്ടോ വിദാമ യോഗമായാസ്തേ ദുർദർശ അഭിമായിനാം യോഗേശ്വരാത്മൻ നിർബാധ ഭവൽ പാദനിഷേവയാ. പറയണം ഭഗവാനെ, അവിടുത്തെ യോഗമായ വൈഭവം എനിക്ക് ശരിക്കും ബോധ്യായി എന്നാണ്. ആശ്ചര്യം കൊണ്ട് പറയുക, യോഗേശ്വരന്മാരുടെയും ഈശ്വരനായിട്ടുള്ള ഭഗവാനെ മായാവൈഭവമുള്ള ബ്രഹ്മാദി ദേവശ്രേഷ്ഠന്മാർക്ക് പോലും അറിയാൻ കഴിയാത്തതാണ് അങ്ങയുടെ യോഗമായ. അപ്പൊ യോഗമായിയെ ആശ്രയിച്ചിട്ടാണ് ഭഗവാൻ ലീലയാടുന്നത്. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഭാഗവതത്തില്. അപ്പൊ ആ യോഗമായ പ്രഭാവം ഇപ്പൊ എനിക്ക് ശരിക്കും കണ്ടു എന്നാണ്. അങ്ങ് മായയ്ക്ക് അതീതനല്ല, അധീനനല്ല, മായയ്ക്ക് അതീതൻ തന്നെയാണ്. മായയ്ക്ക് അതീതനായിട്ട് വിളങ്ങുന്ന സമയത്തും തന്റെ മായ കൊണ്ട് എല്ലായിടത്തും ആ മായാപ്രഭാവം കൊണ്ട് താൻ ഏകനാണെങ്കിലും അനവധിയായിട്ട് തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകനായിട്ടുള്ള അവിടുന്ന് തന്റെ ഏകത്വഭാവത്തിന് യാതൊരു കോട്ടവും വരുത്താതെ പലതായിട്ട് വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ പലതായിട്ട് വിളങ്ങുന്ന സമയത്തും ഏകത്വം അത് പൂർണ്ണം തന്നെയാണ്. പൂർണ്ണമത പൂർണ്ണമിതം, ആ പൂർണ്ണമായിട്ട് തന്നെ വിളങ്ങുകയാണ്. ഇതാണ് അങ്ങയുടെ മായാവൈഭവം. അതെനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവിടുത്തെ പാദസേവാ പ്രഭാവം കൊണ്ട് ആ മായയെ എനിക്ക് അറിയാൻ കഴിഞ്ഞു എന്നാണ് നാരദ മഹർഷി. ഭഗവാനെ, ഈ കണ്ട കാര്യത്തെ അനുജാനീഹിമാം ദേവ ലോകാംസ്തേ സദാപ്ലുതാൻ പര്യടാമി തവോദ്ഗായൻ ലീലാം ഭുവനഭാവനീം. ഭഗവാനെ, ഈ ഭാവത്തെ, അതായത് അങ്ങ് ഏകനാണെങ്കിലും ആ ഏകത്വഭാവത്തിന് ഒരു കോട്ടവും വരുത്താതെ പ്രപഞ്ചം മുഴുവൻ പലതായിട്ട് വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ കണ്ടിട്ടുള്ളതായിട്ടുള്ള അവിടുത്തെ സർവജ്ഞഭാവത്തെ, സർവാത്മഭാവത്തെ ലോകം മുഴുവൻ പാടിക്കൊണ്ട് നടന്നാൽ കൊള്ളാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താ ഭഗവാന്റെ മഹാത്മ്യങ്ങളെ പാടിയാലുള്ള ഗുണം? അത് ശരിക്കും ലോകത്തെ മുഴുവൻ പരിശുദ്ധീകരിക്കുന്നതാണ് അല്ലേ? ലോക ആ ഭുവനഭാവനി എന്നാണ്. നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ലോകം ദുഷിക്കുകയുള്ളൂ. ഇവിടെ ഈശ്വരന്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചാലോ അത് ലോകത്തെ തന്നെ പവിത്രീകരിക്കുന്നതാണ്. ഭഗവാനെ സേവിക്കുന്ന അല്ലെങ്കിൽ ഭഗവാനെ വാഴ്ത്തുന്ന വാക്കുകളാണ് ശരിക്കും വാക്കുകൾ എന്നാണ്. അല്ലെങ്കിൽ അത് വാക്കുകളൊന്നും അല്ല, അതൊക്കെ ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഈ ഭുവനത്തെ പരിശുദ്ധമാക്കുന്ന അങ്ങയുടെ ഈ ലീലകളെ പാടിക്കൊണ്ട് ഞാൻ എല്ലായിടത്തും സഞ്ചരിക്കാൻ എനിക്കതിനെ അനുഗ്രഹിക്കണം. ആ 3 ലോകത്തിലും അവിടുത്തെ മഹാത്മ്യങ്ങൾ പാടിക്കൊണ്ട് നടക്കണം. ഇതിനായിട്ട് എന്നെ അനുഗ്രഹിക്കൂ എന്നും പറഞ്ഞ് ഭഗവാന്റെ കാക്കൽ വീണ് കരയുകയാണ് ശ്രീനാരദ മഹർഷി. ഉടനെ ഭഗവാൻ 2 കയ്യും വെച്ച് അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, നാരദ മഹർഷി, ബ്രഹ്മൻ ധർമ്മസ്യ വക്രാഹം കർത്ത തദനുമോദിത തച്ചിക്ഷയൻ ലോകമിമം ആസ്ഥിത പുത്രമാഖിത. കരയരുത് എന്നാണ്. നാരദ മഹർഷി, അങ്ങ് ഞാൻ ആരാന്നാ വിചാരിച്ചത്? ഹേ ബ്രഹ്മൻ എന്നാണ് വിളിക്കുന്നത്. അവിടെ അങ്ങ് ശരിക്കും ഭാവത്തെ ശരിക്കും കണ്ടുല്ലോ, അതുകൊണ്ട് അവിടെ ബ്രഹ്മൻ എന്ന് വിളിച്ചത്. പറഞ്ഞു ആ പ്രഭാവം ശരിക്കും അങ്ങ് മനസ്സിലാക്കി. കാരണം മായയെ അങ്ങക്ക് ബോധിച്ചു, മായാതീതനാണ് താനെന്ന ബോധ്യവും വന്നു. അപ്പോ അങ്ങനെയുള്ള ഹേ ബ്രഹ്മൻ, ഞാൻ ധർമ്മത്തിന്റെ വക്താവും ധർമ്മത്തിന്റെ വക്താവും അതിന്റെ കർത്താവും ധർമ്മരക്ഷകരെ അനുമോദിക്കുന്നവനും ഞാൻ തന്നെയാണ്. അപ്പോ ഈ ധർമ്മം ഞാൻ പറയുക മാത്രമല്ല, അത് ശരിക്ക് ആ ധർമ്മത്തെ ഉപദേശിക്കുന്നവനാണ്, അതിനെ ആചരിക്കുന്നവനാണ്, അതിനെ അനുമോദിക്കുന്നവനാണ്. അപ്പൊ രാജാവിന്റെ കർത്തവ്യം എന്താ? ധർമ്മത്തെ ഉപദേശിക്കുന്നവൻ. അപ്പൊ ധർമ്മം ശരിക്കും മനസ്സിലാക്കാത്തവർക്ക് ഉപദേശിക്കാൻ പറ്റുമോ? അത് ആചരിച്ച് സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവന്ന ആള് അതിനെ അനുമോദിക്കുന്നവനായിട്ട് തീരണം എന്നാണ്. ലോകരെ ധർമ്മതത്വം ഗ്രഹിപ്പിക്കാനായിട്ടാണ് ഞാൻ അങ്ങയെ പൂജിക്കുക, സൽക്കരിക്കുക മുതലായവയൊക്കെ ചെയ്തത്.
അല്ലാണ്ട് മനുഷ്യാഭിനയം കൊണ്ട് അങ്ങയെ മയക്കാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല. അത് പറഞ്ഞ് അങ്ങ് വ്യസനിക്കണ്ടെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഈ ലോകത്തില് ധർമ്മതത്വം അതാണ്. നമ്മളൊക്കെ വേണം, നമുക്ക് ഇപ്പൊ പല ഭാവങ്ങളൊക്കെ നമ്മൾ പറയും. അതായത് ആ വേദാന്തമൊക്കെ നമ്മൾ പ്രസംഗിക്കും, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എത്ര കണ്ട് അതിനെ പ്രായോഗികമാക്കി തീർക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അത് വളരെ വിരളമായിരിക്കും. ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇത് പ്രസംഗിക്കാനുള്ളതല്ല, പിന്നെയോ സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കി തീർക്കാനുള്ളതാണ്. സ്വന്തം ജീവിതത്തിൽ പറയുന്ന കാര്യങ്ങൾ പ്രായോഗികമാക്കി തീർത്തിട്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഉപദേശിക്കുന്നത് എങ്കിൽ അത് തനിക്കും മറ്റുള്ളവർക്കും ലോകത്തിനും പ്രയോജനത്തെ ചെയ്യും. അല്ലാത്തതോ തനിക്കും പ്രയോജനം ചെയ്യില്ല, ലോകത്തിനും ഉപദ്രവത്തെ ചെയ്യുന്നു എന്നാണ്. അതാണ് ഇപ്പൊ 90% ഇപ്പൊ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇവിടെ ഭഗവാൻ കാര്യം ശരിയായിട്ട് പറഞ്ഞു. ഞാൻ ധർമ്മസ്യ വക്രാഹം കർത്താതനമോദിത. ഞാൻ ധർമ്മം ഉപദേശിക്കുന്നവനും അതുപോലെ തന്നെ അതിനെ അനുഷ്ഠിക്കുന്നവനും ഒക്കെയാണ്. അതിനെ അതായത് ധർമ്മത്തെ ഉപദേശിക്കുന്നവനും ആചരിക്കുന്നവനും അനുമോദിക്കുന്നവനുമാണ്. ലോകത്തെ ധർമ്മതത്വം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എങ്ങനെയൊക്കെ അങ്ങേ പൂജിച്ചത്. ഒരു ഗൃഹസ്ഥൻ ഈ തരത്തിൽ വേണം മഹാത്മാക്കളോട് പെരുമാറാൻ, അല്ലെങ്കിൽ മഹാത്മാക്കളെ സേവിക്കുന്ന ഭാവം കൊണ്ട് ഗൃഹസ്ഥന് പൂർണ്ണത കിട്ടുള്ളൂ എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുമ്പോ എന്തൊക്കെ ഭാവങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത്, പരിശുദ്ധമായിട്ടുള്ള ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് ലോകത്തെ ധരിപ്പിക്കാനായിട്ട് ഞാൻ ഒരാള് തന്നെ എല്ലാ ഗൃഹങ്ങളിലും വേറെ വേറെ ഇത്യാചരന്തം സദ്ധർമാൻ പാവനാൻ ഗൃഹമേദിന തമേവ സർവഗേഹേഷു സന്തമേകം ദദർശഃ. ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുന്നവര് അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള ധർമ്മങ്ങള് എന്തൊക്കെയാണ് എന്ന് ലോകത്തെ ധരിപ്പിക്കാനായിട്ട് ഒരാൾ തന്നെ എല്ലാ ഗൃഹങ്ങളിലും വേറെ വേറെ മൂർത്തികളായിട്ടിരുന്ന് വിവിധ ഗൃഹവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുകയാണ് നാരദൻ എന്നാണ്. അപ്പൊ ഒരാൾ തന്നെയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കൃഷ്ണസ്യ അനന്തബീജസ്യ യോഗമായ മഹോദയം മുഹുർദൃഷ്ട്വാ ഋഷിരഭൂൽ വിസ്മിതോ ജാതകൗതുക. ശരിക്ക് അനന്തമായിട്ടുള്ള വീര്യത്തോട് കൂടിയിട്ടുള്ള ഭഗവാൻ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ആ ഏകനായിട്ട് ഇരുന്ന് എല്ലാമായിട്ട് വളർന്നോന്നാണ്. ഒന്ന് തന്നെ എല്ലാമായിട്ടിരിക്കുന്നത്, എല്ലാ പ്രകാരം കരണം കാരണം കർത്ത വികർത്ത ഗഗനോ ഗുഹ. ആ ഒരു ഭാവം ഇവിടെ കാണിച്ചു തരികയാണ്. ആ അനന്തമായിട്ടുള്ള വീര്യത്തോടു കൂടിയ ശ്രീകൃഷ്ണ ഭഗവാന്റെ അചിന്ത്യമായിട്ടുള്ള യോഗമായ വിശേഷത്തെ വീണ്ടും വീണ്ടും കണ്ടിട്ട്, അതായത് ഗൃഹസ്ഥധർമ്മത്തെ വേണ്ട പോലെ ആചരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഭഗവാനെ ശ്രീനാരദ മഹർഷി ഓരോ അന്തഃപുരങ്ങളിലും കണ്ടു. ഭഗവാന്റെ യോഗമായ വൈഭവത്തെ കണ്ട നാരദ മഹർഷി ശരിക്ക് വിസ്മിതനായിട്ട് തീർന്നു എന്നാണ്. ആ ശ്രീനാരദൻ ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട്, അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ ഈ 16,008 ഗൃഹത്തിനും ശ്രീനാരദനെ വേണ്ടതുപോലെ സൽക്കരിച്ചുല്ലോ. അങ്ങനെയുള്ളപ്പോ കുചേല ബ്രാഹ്മണൻ തിരിച്ച് ദ്വാരകയിൽ നിന്ന് തന്റെ ഇല്ലത്തേക്ക് പുറപ്പെട്ട സമയത്ത് ആ ഭഗവാൻ തന്നെ പൂജിച്ച രംഗത്തെ കുറിച്ച് ഓർത്തിട്ടാണ് പോണത്. ഇതുപോലെ ശ്രീനാരദ മഹർഷിയും അതിനെ തന്നെ സ്മരിച്ചുകൊണ്ട്, ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് അവിടെ നിന്ന് യാത്രയാകുകയാണ്. ഇങ്ങനെ ഏവം മനുഷ്യ പദവി മനുവർത്തമാനോ നാരായണോ അഖിലഭവായ ഗൃഹീത ശക്തി നേമേംഗ ഷോഡശ സഹസ്രവരാംഗനാനാം സംപ്രീത സൗഹൃദ നിരീക്ഷണ ഹാസജുഷ്ട. പറയണ ഹേ അംഗ, മനുഷ്യരീതിയെ അവലംബിച്ചിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ നാരായണൻ ലോകത്തിലുള്ള സകല ജനങ്ങളുടെയും അഭ്യുദയത്തിനായി അനേകം ശക്തികൾ സ്വീകരിച്ചുകൊണ്ട് 16,008 അങ്കനമാരുമായിട്ട് ചേർന്ന് ബഹുവിധ ലീലകൾ നടത്തിയും അവരുടെ ആ ലജ്ജയോടും സ്നേഹത്തോടും കൂടി ചെയ്യുന്ന അവരോട് ആ ലജ്ജയോടും സ്നേഹത്തോടും കൂടി ചെയ്യുന്ന മന്ദഹാസം, കടാക്ഷ ആദി ലീലകള് ഇതിനെയൊക്കെ അനുഭവിച്ചുകൊണ്ട് അവരുടെ കൂടെ രമിച്ചു എന്ന് പറയുകയാണ്. അങ്ങനെ ശരിക്കും ധർമാർത്ഥ കാമങ്ങളെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ശ്രീകൃഷ്ണൻ നാരദ മഹർഷിയെ ഭക്തിയോടുകൂടി സൽക്കരിക്കുക. നാരദ മഹർഷി സന്തോഷത്തോടുകൂടി യാത്ര പറഞ്ഞ് പോവുകയാണ്. ഇപ്പൊ ലോകത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതനായിട്ടുള്ള ഭഗവാന്റെ ലീലകള് മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്തതാ അല്ലെ. ഭഗവാന്റെ ലീലകളെന്ന് നമുക്ക് ഒന്ന് സ്മരിക്കുക എന്നല്ലാണ്ട് അനുകരിക്കാനൊന്നും പറ്റില്ല. കാരണം നമുക്ക് പറ്റുമോ ഈ 16,008 ഭാവത്തിന് നിൽക്കാൻ? കഴിയില്ലല്ലോ. അപ്പൊ ഇവിടെ അത് മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്തതാണ് എന്നാണ്. അങ്ങനെയുള്ള യാനീഹ വിശ്വവിലയോത്ഭവ വൃത്തിഹേതു കർമാണ്യനന്യ വിഷയാണി ഹരിച്ചകാര യസ്ത്വംഗായതി ശൃണോതി അനുമോദദേവ
ഭക്തിർഭവേ ഭഗവതിക്ക് അഭവർഗമാർഗേ. ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്ന ഭഗവാൻ അനന്യ സാധാരണങ്ങളല്ലാത്ത ഏതേത് കർമ്മങ്ങളെയൊക്കെ ചെയ്തുവോ, ലീലകൾ നടത്തിയോ, അവയെ അല്ലയോ നാരദ ഏതൊരുത്തൻ കീർത്തിക്കുക, അല്ലെങ്കിൽ അല്ലയോ ആ പരീക്ഷത്തെ ഏതൊരുത്തൻ ഈ ഭഗവാന്റെ മഹാത്മ്യങ്ങളെ കീർത്തിക്കുകയോ കേൾക്കുകയോ അനുമോദിക്കുകയോ ചെയ്യുന്നുവോ അവന് ഭഗവാനില് ഉത്തമ ഭക്തി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെയുള്ള ഫലശുദ്ധിയും പറഞ്ഞിട്ടാണ് ആ അധ്യായം അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഭഗവാൻ 16,008 സ്വരൂപത്തില് 16,008 ഗൃഹങ്ങളിലും ആ 16,008 ഗൃഹങ്ങളിൽ ഓരോ മുഹൂർത്തത്തില് ഓരോ ഗൃഹസ്ഥൻ ചെയ്യേണ്ടതായിട്ടുള്ള കർത്തവ്യ കർമ്മങ്ങളെ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ മുഹൂർത്തത്തിൽ ഏതേത് കർത്തവ്യ കർമ്മങ്ങളാണോ നമ്മൾ ചെയ്യാൻ, ഒരിക്കലും നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ കർത്തവ്യം ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാണ്. ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലും വെറുതെ ഇരിക്കുന്ന കൃഷ്ണനെ കണ്ടു നാരദൻ? ഇല്ല, എല്ലായിടത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഭാവത്തിൽ എന്നാണ്. അതൊരു നമ്മുടെയൊക്കെ ധർമ്മമാണ്. അത് മിണ്ടാതിരിക്കാൻ നമ്മളോട് ശാസ്ത്രം പറയുന്നില്ല. പിന്നെന്താ, നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കണം എന്നാണ്. പ്രവൃത്തിയിൽ നിന്ന് പിന്നെ പതുക്കെ ആ നിവൃത്തി ഭാവത്തിലേക്ക് സ്വാഭാവികമായിട്ട് എത്തിക്കൊള്ളുന്നതാണ്. ഇവിടെ ഭഗവാൻ ഓരോ മുഹൂർത്തത്തിൽ നമുക്കൊക്കെ ഓരോ മുഹൂർത്തത്തിൽ ഇന്ന കർത്തവ്യങ്ങൾ ചെയ്യണം, നമുക്കൊക്കെ അതിനൊക്കെ ഓരോ മുഹൂർത്തമൊക്കെ ഉണ്ട് എന്നാണ്. അപ്പൊ എല്ലാം ആ ജീവിതം തന്നെ അതിന് ആ കർത്തവ്യ കർമ്മങ്ങൾ ചെയ്ത് പൂർണ്ണനാവാനുള്ള ഭാവത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ഭഗവാൻ തന്റെ ജീവിതത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. അത് നാരദ മഹർഷി കണ്ട് മനസ്സിലാക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ പ്രഭാവത്തെ വർണ്ണിക്കുകയാണ്. ഇപ്പൊ ശ്രീനാരദന് മനസ്സിലായി ഭഗവാൻ സർവാത്മാവ് തന്നെ, ഏകനായിട്ടും അദ്വൈനായിട്ടും വളങ്ങുന്ന ഭഗവാൻ നാനാവിധത്തിൽ ശോഭിക്കുന്നു. ആ നാനാവിധത്തിൽ ശോഭിക്കുന്ന സമയത്തും ആ ഏകമായിട്ട് തന്നെ ഇരിക്കുന്നതാണ്. അതിൽ യാതൊരു കുറവുമില്ല. ആ എല്ലാറ്റിനും പൂർണ്ണഭാവത്തെ കൊടുത്തില്ലേ നേരത്തെ ആ മംഗളശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ല, അർത്ഥേഷ്വഭിജ്ഞ, എല്ലാറ്റിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട്, എന്നാൽ അതിനൊക്കെ അതീതനായിട്ട് ഒഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു തത്വത്തെ ഇവിടെ കാണിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് 69-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. ഇനി 70-ാമത്തെ അധ്യായത്തിലെ ഭഗവാന്റെ ദിനചര്യകളൊക്കെയാണ്. അത് നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം. ഇന്നത്തെ സത്സംഗത്തെ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിച്ച് നിർത്താം. കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സത്.